ശരിയല്ലേ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതുപോലെ നമുക്ക് അറിയുന്ന അത്രയും കൃത്യമായിട്ട് അറിയുന്ന ഫാക്ട് ഉണ്ടാവും. ഉദാഹരണത്തിന് 100 ഡിഗ്രി സെൽഷ്യസിലല്ല വെള്ളം തിളയ്ക്കുന്നത്, അതാണ് സ്റ്റേറ്റ്മെന്റ് വിചാരിക്കാം. അപ്പൊ തന്നെ നമുക്ക് പറയാം അത് അതിനൊരു ആർഗ്യുമെന്റ് ആയിട്ട് നമുക്ക് 100 ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം തിളയ്ക്കുന്നത്. സോ അതൊരു ഫാക്റ്റ് ആണ്, നമുക്ക് അറിയുന്ന കാര്യമാണ്. സോ അതൊരു സ്ട്രോങ് ആർഗ്യുമെന്റ് ആണ്, നമ്മൾ പറഞ്ഞ ആർഗ്യുമെന്റ്. ഓക്കെ, അപ്പോ ഇത്തരത്തില് ഫാക്റ്റോ സയന്റിഫിക് ട്രൂത്ത്സോ ആണെന്നുണ്ടെങ്കിൽ അത് സ്ട്രോങ് ആയിരിക്കും. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, സ്ട്രോങ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് ആണ് ഒരു സയന്റിഫിക് ട്രൂത്ത് എന്ന് പറയുന്നതും ഫാക്റ്റിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ആർഗ്യുമെന്റ്. ദെൻ ഇറ്റ് ഡയറക്ട്ലി അഡ്രസ്സസ് ദ കോർ ഇഷ്യൂ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റിന്റെ കോർ ഇഷ്യൂവിനെ ഡയറക്ട്ലി അഡ്രസ് ചെയ്യാന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആർഗ്യുമെന്റ് ആയി മാറും. നമുക്ക് നോക്കാം, അങ്ങനത്തെ കേസസ് വരുന്നുണ്ട്. ദെൻ ഒരു ക്ലിയർ ആയിട്ടുള്ള കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് വേണം അവിടെ. അതായത് സ്ട്രോങ് എന്ന് പറഞ്ഞാൽ സിംപിളി ഭയങ്കര ക്ലിയർ ആയിരിക്കണം. ഓക്കെ, ആൻഡ് ഒരു നല്ല ഇമ്പാക്ട് ഉണ്ടാക്കുന്നതായിരിക്കണം. അങ്ങനത്തെ കാര്യങ്ങളാണ് സ്ട്രോങ്ങിൽ വരുന്നത്. വീക്ക് ജസ്റ്റ് നോക്കിയാൽ മതി. സത്യം പറഞ്ഞാൽ വീക്ക് മനസ്സിലാക്കിയ സ്ട്രോങ് എന്തായിരിക്കും നമുക്ക് ഒരു ഐഡിയ കിട്ടും. വീക്ക് എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ പേഴ്സണൽ ഒപ്പീനിയൻ, ഇമോഷൻസ് ഓർ സൂപ്പർസ്റ്റിഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീക്ക് ആർഗ്യുമെന്റ്സ് ആണ്. ഉദാഹരണത്തിന് ഓൺലൈൻ എഡ്യൂക്കേഷന്റെ കാര്യം പറഞ്ഞു. ഒരാൾ പറയാണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ അത്ര നല്ലതല്ല, ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അല്ലെങ്കിൽ അയാൾ പറയുന്ന ഒരു ആർഗ്യുമെന്റ് ആണ് വിചാരിക്കുക. സപ്പോസ് ഒരു ആർഗ്യുമെന്റ് പറഞ്ഞു ഓൺലൈൻ എഡ്യൂക്കേഷൻ പിള്ളേരെ വഴിയെത്തിക്കും, പഠിക്കാൻ പറ്റില്ല. അത് ആക്ച്വലി ആളുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അത് ശരിയാവണം നിർബന്ധമില്ല. ഇപ്പൊ നിങ്ങളൊക്കെ ഇപ്പൊ ഒരു 14 പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്, ആൻഡ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് വീണ്ടും കാണുന്നവര് ഇതിനും അധികം ആൾക്കാരുണ്ട്. സോ ഇവരൊക്കെ പഠിക്കുന്ന അങ്ങനെ ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ കാരണമാണ്. സോ നമുക്ക് അത് പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് ഒരു ആർഗ്യുമെന്റ് സ്ട്രോങ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. സോ അത്തരത്തിലുള്ള പേഴ്സണൽ ഒപ്പീനിയൻസ് ഒക്കെ വീക്ക് ആർഗ്യുമെന്റ്സ് ആണ്. പിന്നെ ഭയങ്കര സൈഡ് ഇഷ്യൂ, ഒരു ബയാസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൈനർ പോയിന്റ്സ് മാത്രം ടച്ച് ചെയ്യുന്ന ആർഗ്യുമെന്റ്സ് ഒക്കെ വീക്കാണ്. സോ ഇതാണ് ഒരു വീക്കിന്റെയും സ്ട്രോങ്ങിന്റെയും ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ, സോ അതിലെന്തായിരുന്നു, ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇന്ന് എനിക്ക് പെന്നില്ല, അപ്പോൾ ഞാൻ ഭൂരിഭാഗം ടൈമും ആ ലേസർ പോയിന്റ് വെച്ചിട്ടായിരിക്കും ക്ലാസ് പറയുന്ന കാര്യം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, എന്താ വൺ ഓഫ് ദ ബെസ്റ്റ് വേസ് ടു പ്രിപ്പയർ യുവർ സെൽഫ് ഫോർ എ പോസ്റ്റ് കൊറോണ വൈറസ് വേൾഡ് ഈസ് ടു അക്വയർ ടെക്നിക്കൽ സ്കിൽസ് എന്ന് പറയുന്നത്. അതായത് കൊറോണ വൈറസിന് ശേഷം നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ഐഡിയ എന്ന് പറയുന്നത് ടെക്നിക്കൽ സ്കിൽസ് പഠിക്കുക അല്ലെങ്കിൽ അക്വയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ അതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. അതിന്റെ ഒരു ഐഡിയ കിട്ടിയല്ലോ സ്റ്റേറ്റ്മെന്റ് എന്താണ്. ദെൻ അതിന്റെ ആർഗ്യുമെന്റ്സ് നോക്കുമ്പോൾ യെസ് വി മസ്റ്റ് അപ്ഗ്രേഡ് ടെക്നിക്കൽ സ്കിൽസ് ബിക്കോസ് അതേഴ്സ് ആർ ഡൂയിങ് ഇറ്റ്. അതായത് യെസ് വി മസ്റ്റ് അപ്ഗ്രേഡ് ടെക്നിക്കൽ സ്കിൽസ് ബിക്കോസ് അതേഴ്സ് ആർ ഡൂയിങ് ഇറ്റ്. ബാക്കിയുള്ളവർ ചെയ്യുന്ന കാരണം നമ്മൾ ഉറപ്പായിട്ടും അപ്ഗ്രേഡ് ചെയ്യണം. അതൊന്നാമത്തെ ആർഗ്യുമെന്റ്. രണ്ടാമത്തെ, നോ എ പാൻഡമിക് ലൈക്ക് കൊറോണ ഹാസ് എ റെയർ ചാൻസ് ഓഫ് റീ ഒക്യുറൻസ്. ഇവർ പറയുന്നത് കൊറോണ പോലത്തെ ഒരു പാൻഡമിക് ഇനി ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണെന്ന്. സോ നമ്മള് ഫസ്റ്റത്തെ ആൻസർ ഞാൻ ജസ്റ്റ് കാണിക്കാം, അപ്പൊ നമുക്ക് ഒരു ഐഡിയ കിട്ടും എന്താണെന്ന്. ഇവിടെ പറയുന്ന രണ്ട് കാര്യം, ഒന്ന് പറയുന്നത് ബാക്കിയുള്ളവർ ചെയ്യുന്ന കാരണം സ്റ്റെക്കായോ അടച്ചു, അന്ന് ഇതുപോലെ സ്റ്റെക്കായിട്ടാണ് നമ്മൾ നിർത്തിപ്പോയത്. എനിക്ക് തോന്നുന്നു വേറെ എല്ലാ ടോപ്പിക് എടുക്കുമ്പോഴും ഈ പ്രശ്നം ഉണ്ടാവാറില്ല, ഈ സ്റ്റേറ്റ്മെന്റ്സ് എടുക്കുമ്പോൾ മാത്രമേ ഉണ്ടാവുന്നത്. സ്റ്റേറ്റ്മെന്റ്സിനോട് സൂമിന് എന്തോ പ്രശ്നം ഉണ്ടോ തോന്നുന്നു കാര്യമായിട്ട്. നമ്മൾ സ്റ്റെക്കായി. പഴയ കോഡ് SU അയച്ചാൽ മതി സ്റ്റെക്ക് ഉണ്ടെങ്കിൽ. അയ്യോ, നിതയ്ക്ക് മാത്രം സ്റ്റെക്കായത് ആയാൽ മതിയായിരുന്നേ അല്ലേ? അല്ലെ നിതാ, നിതയ്ക്ക് മാത്രമല്ല സ്റ്റെക്ക് ആയിരിക്കും. ശരിക്കും നിധാണോ അല്ല. മൈ ഗോഡ്, ഇവിടെ വൈഫൈ ഒക്കെ ഭയങ്കര സ്പീഡ് ഉണ്ട്, ഓക്കെയാണ്. ഇപ്പൊ കുറച്ച് സമയം മുന്നേ ഞാനൊരു വലിയ ഫയല് മൂവിയൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇപ്പോഴൊക്കെ നല്ല സ്പീഡ് ഉണ്ടായിരുന്നേ. ക്ലാസ് എടുക്കുമ്പോൾ മാത്രം പ്രശ്നം. പിള്ളേര് നന്നാവണം. ഇപ്പൊ ക്ലിയർ ആയി. ഓക്കെ, അപ്പോ ഇതിനൊരു ഐഡിയ കിട്ടിയല്ലോ. ഇതില് ഒന്ന് എന്ന് പറയുന്ന ടെക്നിക്കൽ സ്കിൽസ്, ബാക്കിയുള്ളത് ചെയ്യുന്ന കാരണം നമ്മൾ ചെയ്യണം എന്ന് പറയുന്ന ഒരു വെയ്ഗ് ആയിട്ടുള്ള ഒരു സുഖമില്ല, വീക്ക് ആർഗ്യുമെന്റ് ആണ്. പിന്നെ രണ്ടാമത്തേന്ന് പറയുന്നത്
പാൻഡമിക് കൊറോണ പോലത്തെ ഒന്നും തിരിച്ചു വരാൻ സാധ്യത കുറവാണ്, അതുകൊണ്ട് നിങ്ങൾ കാര്യമായിട്ട് പഠിക്കൊന്നും വേണ്ട. അതൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ ഇനി വരാൻ പോകുന്ന എന്താ പറയാ യുദ്ധങ്ങളുടെ ബാക്കിയൊക്കെ ബയോവേഴ്സ് ഒക്കെ ആവാൻ സാധ്യത ഉണ്ട്. സോ കൊറോണ പോലത്തെ സാധനങ്ങളൊക്കെ വരും. 7ാം അറിവ് സിനിമ കണ്ടിട്ടില്ലേ, അതുപോലത്തെ സെറ്റപ്പ് ആവും. മേ ബി ചാൻസ് ഉണ്ട്, ഒന്നും പറയാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ അത് രണ്ടും ഒരു വീക്ക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, അഥവാ സ്ട്രോങ് അല്ല. സാധാരണ വീക്ക് ഇത് ഇവിടെ കൊടുക്കാറില്ല, സ്ട്രോങ് അല്ല എന്നേ കൊടുക്കുള്ളൂ. ഓക്കെ, സോ അത് മനസ്സിലാക്കി വെക്കുക. നെയ്തർ വൺ ഓർ നോർ ടു ഈസ് സ്ട്രോങ്. സോ രണ്ടും അല്ല, അതാണ് നെയ്തർ നോറിന്റെ അർത്ഥം. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലായിരുന്നു നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം സ്റ്റെക്ക് ആയി പോയത്. അപ്പോ വെറുതെ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയിട്ട് എന്താ തോന്നുന്നു നോക്കൂ. ഓപ്ഷൻസിൽ ഏതാ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. 1 മിനിറ്റ് സമയം തരാം. 6:14, 6:15 ഉത്തരം പറ. ആണോ? ഓക്കെ, ഒരാൾ ആൻസർ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഇതിലെന്താ പറയുന്നത്? മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മസ്റ്റ് ബി നെസസറി ഫോർ എ മിനിസ്റ്റീരിയൽ പോസ്റ്റ്. അതൊരു മിനിസ്റ്റർ അല്ലെങ്കിൽ അതുപോലത്തെ പോസ്റ്റ്, MLA MP അങ്ങനത്തെ പോസ്റ്റിനൊക്കെ ഒരു മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണം എന്നാണ് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ ചില ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലെ. ബാക്കി എല്ലാ ജോലിക്കും ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയും, പക്ഷെ ഇത്തരത്തിലുള്ള മിനിസ്റ്റർ പോസ്റ്റിനൊന്നും ഇല്ല പറയാറുണ്ട്. ഓക്കെ, സോ ഇവിടുത്തെ ആർഗ്യുമെന്റ്സ് നമുക്ക് നോക്കാം. ആർഗ്യുമെന്റ്സ് പറയുന്നത് യെസ് ഇറ്റ് വിൽ ഇനേബിൾ ദ കാൻഡിഡേറ്റ് ടു കോംപ്രിഹെൻഡ് ഇഷ്യൂസ് ബെറ്റർ. സത്യമാണ് അല്ലെ. കുറച്ച് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൂടി ഉണ്ടെങ്കിൽ എന്ത് പറ്റും, ഇഷ്യൂസിനെ ഒന്നും കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും എന്താ വർക്ക് ചെയ്യാനൊക്കെ വേണ്ടി പറ്റും. ഉദാഹരണത്തിന് നമ്മളുടെ ഇപ്പോൾ ഉള്ള എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, അതിന് തൊട്ട് മുന്നത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഒക്കെ അത്യാവശ്യം ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരായിരുന്നു. തൊട്ട് മുന്നത്തെ ആള് C രവീന്ദ്രനാഥ് ആയിരുന്നു. ഹി വാസ് എ പ്രൊഫസർ. സോ അദ്ദേഹത്തിന്റെ കാലത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്നു. ഇൻ ദ സെൻസ് ഒരുപാട് പുസ്തകങ്ങളൊക്കെ വെട്ടിച്ചുരുക്കി അങ്ങനെ തുടങ്ങി ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഈ ഹൈസ്കൂളിലൊക്കെ ബുക്കൊക്കെ മാറിയത് ആ സമയത്താണ്. ഒരുപാട് ടൂ മച്ച് കണ്ടന്റ് ആയിരുന്നു. ആ കണ്ടന്റ് ഒക്കെ കുറച്ച് നല്ല വൃത്തിക്ക് വെടുപ്പിനൊക്കെ ആക്കിയത് പുള്ളിയെ. സോ അത്തരത്തില് അത്യാവശ്യം നന്നായിട്ട് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റും ഇഷ്യൂസിന്. സത്യമാണ്. ഇതിന് രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നോ മെനി കാൻഡിഡേറ്റ്സ് ദസ് വിൽ നോട്ട് ബിക്കം മിനിസ്റ്റേഴ്സ് ആൻഡ് വിൽ ബിക്കം അൺഎംപ്ലോയിഡ്. അത് ആക്ച്വലി വേഗമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അതിനർത്ഥം എല്ലാവരും അല്ലെങ്കിൽ ഭൂരിഭാഗം കാൻഡിഡേറ്റ്സും എന്താ പറയാ എഡ്യൂക്കേഷൻ ഇല്ലാത്തവരാണ്, അങ്ങനെ പറയാൻ പറ്റില്ല. സോ അത് ഒരു പേഴ്സണൽ ഒപ്പീനിയനോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ കാര്യമായിരിക്കും. ചിലപ്പോൾ കേരളത്തിൽ അങ്ങനെ ആവാം, വേറൊരു സ്റ്റേറ്റിൽ അങ്ങനെ ആവില്ല. അങ്ങനെ ഡിഫറൻസ് ഉണ്ടാവും. സോ അത് അത്ര സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല. അപ്പൊ അതുകൊണ്ട് നിത പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ഓൺലി വൺ ഇസ് സ്ട്രോങ്, വണ്ണ് മാത്രമാണ് സ്ട്രോങ്. സോ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഒരു ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത്. മൊത്തം അങ്ങനെ 4 ഏരിയ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോവാം. ഓക്കെ, ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ നമുക്ക് തോന്നുന്നത്? ഇവിടെ എത്തിയിരുന്നില്ലേ കഴിഞ്ഞ ദിവസം? ഒന്ന് സോൾവ് ചെയ്ത് നോക്കൂ. ഓക്കെ, 3 ബോത്ത് ആർഗ്യുമെന്റ്സ് സ്ട്രോങ് ആരോ പറയുന്നുണ്ട്, 2 പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. സോ അവിടുത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ഷുഡ് ദ ഇൻഡസ്ട്രീസ് ഡിസ്കാർഡ് ദ മെഷീൻസ് ഓൾഡർ ദാൻ മെഷീൻസ് ഡിസ്കാർഡ് ചെയ്യണം. ഡിസ്കാർഡ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഒഴിവാക്കുന്ന പോലെ, അങ്ങനെ ഒഴിവാക്കണോ എന്ന ചോദ്യമാണ്. സോ ആർഗ്യുമെന്റ്സ് പറയുന്നത് യെസ് ഇറ്റ് വിൽ ബി ഈസി ഫോർ ദ എംപ്ലോയീസ് ടു ഓപ്പറേറ്റ്. ഓക്കെ, അതൊരു ആർഗ്യുമെന്റ് ആണ്. രണ്ടാമത്തെ നോ ഇറ്റ് മൈറ്റ് ലീഡ് ടു ലോസസ് ഫോർ ദ ഇൻഡസ്ട്രീസ് ആസ് ദ മെഷീൻസ് ആർ കോസ്റ്റ്ലി. സോ രണ്ടും നമുക്കൊന്ന് അപ്രോച്ച് ചെയ്ത് നോക്കാം.
സോ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഡിസ്കാർഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഉണ്ടായിരുന്നതിനെ മുഴുവൻ എടുത്ത് ഒഴിവാക്കാനാണ്. സോ അങ്ങനെ പറഞ്ഞ ഒരുപാട് പൈസ ഇറങ്ങും. ഇൻ ദ സെൻസ് ലോസ് എന്ന് പറയുന്നത് ആക്ച്വലി കറക്റ്റ് ആണ്. അത് സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റാ. ഇവിടെ ഫസ്റ്റത്തെ ആർഗ്യുമെന്റ് ദാറ്റ് വാസ് ഓക്കെ, ബട്ട് വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു 20 വർഷത്തോളം നിങ്ങൾ ഒരേ സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ ഒരേ കാര്യം ഉപയോഗിച്ചിരുന്ന ആൾക്കാരാന്ന് വിചാരിക്കുക, ഒരേപോലത്തെ മെഷീൻ. പെട്ടെന്ന് പുതിയ നൂതനമായ ഒരു മെഷീൻ കൊണ്ടുവന്ന് വിചാരിക്കാം. മേ ബി അത് ഈസി ആയിരിക്കും, പക്ഷെ അത് ഈസി ടു ഓപ്പറേറ്റ് ആവില്ല. ശരിയല്ലേ? ഒരു 20 വർഷത്തോളം അതാണ് അവിടുത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ PYQ ആണ്. സോ അതുകൊണ്ട് ആൻസർ വരിക ഓൺലി 2 ഈ സ്ട്രോങ് ആണ്. അത് ഈസി ആവാൻ നിർബന്ധമില്ല. ചെറുതായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി. ഉദാഹരണത്തിന് നിങ്ങളിപ്പോ കുറെ ദിവസം ക്ലാസ് കണ്ടത് ഇവിടെ ഗൂഗിൾ മീറ്റിലാണ്. പെട്ടെന്ന് ഞാൻ നാളെ ഒരു ക്ലാസ് എടുക്കുന്നത് സൂമിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ബുദ്ധിമുട്ടാണ്. ടെക്നിക്കലി സ്പീക്കിംഗ് സൂമാണ് കുറച്ചും കൂടെ എന്താ പറയാ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. സോ അത്ര ഈസി ആവില്ല. ഓക്കെ, സ്റ്റെക്ക് ഉണ്ട്. അടിപൊളി. ഞാൻ അധികം വർത്താനം പറയുന്നില്ല, അതാ നല്ലത്. അപ്പോഴാണ് സ്റ്റെക്ക് ആവുന്നത്. ഓക്കെ, നമ്മളെന്തായാലും കുറച്ച് സ്റ്റെക്ക് ആയാലും നമുക്ക് ഇങ്ങനെ പോവാട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് ഇതും കൂടെ ജസ്റ്റ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോവാം. എന്താ തോന്നുന്നു? എടാ ഈ ക്വസ്റ്റ്യൻ ചെയ്യണ്ട, ഇതിന് ചില പ്രശ്നമുണ്ട്. ഓക്കെ, ഇതാണ് വേണ്ടത്. അയ്യോ, ഒന്ന് ബോത്ത് 1 and 2 ആർ സ്ട്രോങ്. 4 ഓൺലി ആർഗ്യുമെന്റ് 1 is strong. നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിക്കുകയാണെങ്കിൽ ഷുഡ് ഗവൺമെന്റ്സ് ഇന്റഗ്രേറ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫോർ റിയൽ ടൈം നാഷണൽ സെക്യൂരിറ്റി മോണിറ്ററിംഗ്. AI ഇന്റഗ്രേറ്റ് ചെയ്യണോ നാഷണൽ സെക്യൂരിറ്റിന്റെ കേസിൽ തന്നെ? സോ ആർഗ്യുമെന്റ് 1, AI can analyze vast amounts of data, quickly detect threats in real time and enhance national security. ബേസിക്കലി ആ ആർഗ്യുമെന്റ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആർഗ്യുമെന്റാ. എൻഹാൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ശരിയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ അതിലൊരു PDF ഉണ്ട് വിചാരിക്കാം, ഒരു 800 പേജുള്ള PDF. അത് നിങ്ങൾക്ക് ഇപ്പോ റൈറ്റ് നൗ നിങ്ങൾക്ക് ChatGPT-യിലോ ജെമിനിയിലോ ഒക്കെ കൊടുത്തിട്ട്, അത് വളരെ മിനിമൽ ആയിട്ടുള്ള 2 AIs ആണ്. വളരെ മിനിമൽ എന്ന് പറയുമ്പോൾ അതിന് കുറെ പണിയുണ്ട്. ഞാൻ പറയുന്നത് ബാക്കി കുറെ AIs പല സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ മിനിമൽ ആയിട്ടുള്ള 2 AI ആണ് നമ്മൾ ഭയങ്കര കാര്യമായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും നോർമൽ വേർഷൻ ChatGPT-യിൽ തന്നെ 800 പേജുള്ള ഒരു PDF കൊടുത്തിട്ട് അതിൽ എനിക്ക് വേണ്ട ടോപ്പിക്സിന്റെ പേര് കൊടുത്താൽ അത് കൃത്യമായിട്ട് അതിന് എടുത്തു തരും. ഓക്കെ, സോ AI എന്ന് പറഞ്ഞാൽ ഭയങ്കര സെറ്റാ. പ്രത്യേകിച്ച് സ്റ്റെക്ക് ഉണ്ട്. ഐ ഡോണ്ട് നോ വൈ സ്റ്റെക്ക് എന്തുകൊണ്ട് വരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ ഭയങ്കര കാര്യമായിട്ട് പ്രശ്നമുണ്ടോ? ഞാൻ പറയുന്നത് ഒട്ടും മനസ്സിലാവാത്ത രൂപത്തിലാണോ സ്റ്റെക്ക് വരുന്നത്? അല്ല, അപ്പൊ വലിയ കുഴപ്പമില്ല, ഇടയ്ക്കുള്ളൂ. ഓക്കെ, പോട്ടെ. നമുക്ക് 2 ദിവസം കൂടി ഉള്ളൂ, അപ്പൊ നമുക്ക് വേഗം തീർക്കാം. പക്ഷെ നമ്മൾ AI-നോട് പലതും ചോദിക്കുമ്പോൾ റോങ് ആയിട്ട് തരുന്നില്ലേ? വീണ്ടും ആണ് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് അടിച്ച് നോക്കും. ഓക്കെ, ആക്ച്വലി കറക്റ്റ് ആണ്. പേഴ്സണൽ ഒപ്പീനിയൻ ആട്ടോ. അപ്പോ അത് വീക്ക് ആണോ സ്ട്രോങ് ആണോ? ഞാൻ പറഞ്ഞിരുന്നു വീക്കും സ്ട്രോങ്ങിന്റെ കേസിൽ നമ്മളെ പേഴ്സണൽ ഒപ്പീനിയൻസ് ഒരിക്കലും എന്താ പറയാ ഇതിൽ വരില്ല. വീക്കാണ്. സോ
പേഴ്സണൽ ഒപ്പീനിയൻസ് ഇതിൽ നമുക്ക് ഇടാൻ വേണ്ടി പറ്റില്ല. ആൻഡ് ഞാൻ ഒരു കാര്യം പറയാന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നേ ചാറ്റ് ജിപിടിനെയും ജെമിനിനെയും ഒക്കെ മോക്ക് ചെയ്തിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അവരോട് ചോദിക്കും 0.9 ആണോ 0.90 ആണോ വലുത് ചോദിക്കും. അപ്പൊ ചാറ്റ് ജിപിടി പറഞ്ഞിരുന്നത് 0.90 എന്നായിരുന്നു. അതേസമയം ഗ്രോക്ക് അങ്ങനത്തെ കുറച്ച് എഐസ് വേറെ അധികമുള്ള എഐസ് ഒക്കെ പറഞ്ഞിരുന്നത് 0.9. അങ്ങനെ അപ്പൊ ഒരു കളിയാക്കലൊന്നും. സത്യത്തിൽ രണ്ടും സെയിം ആണ്. 0.9 0.90 സെയിം ആണ്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, പക്ഷെ ഇന്ന് നിങ്ങൾ ചാറ്റ് ജിപിടിനോട് ചോദിച്ചാൽ ചാറ്റ് ജിപിടി പറയും രണ്ടും സെയിം ആണെന്ന്. കാരണം ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എന്താ പറയാ അനലൈസ് ചെയ്ത് റെഡിയാക്കാൻ പറ്റും. ഇപ്പൊ മനുഷ്യന്മാർക്കാണെങ്കിൽ തെറ്റ് പറ്റും. പക്ഷെ നമ്മൾ വേറെ ആസ്പെക്റ്റിൽ ചിന്തിക്കുമ്പോൾ AI can be more helpful for this data analyzation and so ആ ഒരു അർത്ഥത്തിൽ ഈ ഫസ്റ്റ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് സ്ട്രോങ് ആണ്. ഓക്കെ, സോ നിതരെ പേഴ്സണൽ ഒപ്പീനിയൻ ഇവിടെ എടുക്കാൻ പാടില്ല. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പേഴ്സണൽ കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കുക. നിങ്ങൾ വെറുതെ ചിന്തിക്കുക AI can be this much, AI can do this thing. സോ അങ്ങനെ ഒരു അർത്ഥത്തിൽ ആലോചിക്കുന്ന സമയത്ത് ഓക്കെ പക്കയാണ് അത് തോന്നും. ഇനി രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ AI റീപ്ലേസിംഗ് ഹ്യൂമൻ ഇന്റലിജൻസ് ഇൻ സെക്യൂരിറ്റി ഡിസിഷൻസ് മേ ലീഡ് ടു ബയാസ്ഡ് ഓർ ഇൻകറക്റ്റ് ത്രെറ്റ് അസസ്മെന്റ്. അതിപ്പോ നിത പറഞ്ഞ പോലത്തെ സെറ്റപ്പാ. അതായത് ഇറ്റ് ക്യാൻ ലീഡ് ടു ഇൻകറക്റ്റോ ബയാസ്ഡ് ആയിട്ടുള്ള ത്രെറ്റ് അസസ്മെന്റിലേക്ക് പോവാം. അതും പക്ഷെ അതൊരു കൈൻഡ് ഓഫ് വീക്ക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റാ. നമുക്ക് വേണമെങ്കിൽ അതിനെ റെഡി ആക്കാം. ഇപ്പോൾ ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ തെറ്റാന്ന് പറയുന്ന പോലെ AI വേണ്ട, ഹ്യൂമൻ ഇന്റലിജൻസ് ആണ് ബെറ്റർ എന്ന്. പക്ഷെ ഹ്യൂമണിന് ഒരിക്കലും ഒരു 800 പേജുള്ള ഒരു PDF ഒറ്റയടിക്ക് വായിച്ചിട്ട് മറ്റേ ചിട്ടി റോബോട്ടൊക്കെ ആവേണ്ടി വരും. അതിന് എന്തിന്റെ സിനിമയില്ലേ ബുക്കൊക്കെ എടുത്ത് ഇങ്ങനെ തലേമന്റെ മുകളിൽ ഇങ്ങനെ കണ്ണിന്റെ മുകളിൽ കൂടെ അങ്ങനെ നീക്കിയിട്ട് അങ്ങനെയൊക്കെ ആവേണ്ടി വരും. സോ അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാൾ എന്നുള്ള രൂപത്തിൽ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് സത്യത്തിൽ വീക്കാണ്. സോ ആക്ച്വലി സഫൽ ദേവ് പറഞ്ഞാണ് കറക്റ്റ്. ഓൺലി ആർഗ്യുമെന്റ് 1 is strong. ഓക്കെ, സോ ഇതിന്റെ ലോജിക് ഒന്ന് മനസ്സിലാക്കുക. ആൻഡ് ഇതൊക്കെ PYQs ആണ്. ഓക്കെ, PYQs ആണ്. അപ്പോ ഇതിലെ PYQൽ അവരെ കൊടുത്തിരിക്കുന്ന ആൻസർ തന്നെയാണ് ഞാൻ ആൻസർ ആയിട്ട് എടുത്തത്. മേ ബി ചില സമയത്ത് ഇന്ത്യൻ എന്താ പറയാ പേഴ്സണൽ അഭിപ്രായം ലോജിക്കിനും നിരക്കാത്തതായിരിക്കാം. പക്ഷെ കുറച്ചും കൂടെ ജനറലൈസ്ഡ് ആയിട്ട് ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇത്തരം കാര്യങ്ങൾ. ഓക്കെ, സോ ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. നിങ്ങൾ മനസ്സിലാക്കുക വീക്ക് സ്ട്രോങ്. വീക്കിന്റെ കാര്യം ഇതെന്തായാലും നമ്മളെ പഠിപ്പിച്ചു. പേഴ്സണൽ ഒപ്പീനിയൻസും അങ്ങനത്തെ വെയ്ഗായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എടുക്കാതിരിക്കുക. രണ്ടാമത്തത് സ്ട്രോങ്ങിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ട്, സയന്റിഫിക് ട്രൂത്ത്, സെറ്റ്. അതാണ് മെയിൻ. ഇനി നമ്മൾ രണ്ടാമത്തെ ഏരിയയിലേക്ക് പോവാണ്, സ്റ്റേറ്റ്മെന്റ് ആൻഡ് അസംഷൻ. ഓക്കെ, അപ്പോ ഈ സ്റ്റേറ്റ്മെന്റ് അസംഷനിൽ എന്തൊക്കെയുള്ളതെന്ന് ജസ്റ്റ് നോക്കാം. അപ്പൊ ആദ്യം സ്റ്റേറ്റ്മെന്റ് എന്താ, അസംഷൻ എന്താ. സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം. സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഒരു ഗിവൺ ഫാക്ട്, ഒപ്പീനിയൻ ഓർ അസേർഷൻ ഓർ ക്വസ്റ്റ്യൻ, അങ്ങനെ ഒരു രൂപത്തിലാണ് തരുന്ന ഒരു സെന്റൻസ് ആണ് സ്റ്റേറ്റ്മെന്റ് എന്ന് മനസ്സിലാക്കുക. ഇറ്റ് ക്യാൻ ബി എ ഫാക്ട്, അതായത് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫാക്ടിന്റെ മലയാളം എന്താ, സത്യം. അല്ലെ, കൈൻഡ് ഓഫ്. ദെൻ ഫാക്ടിന് സത്യം പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ ഒക്കെ ഉണ്ട് കേട്ടോ, കറക്റ്റ് ഓർമ്മയില്ല. അത് യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള വേൾഡിൽ എല്ലായിടത്തും എന്താ പറയാ ഹോൾഡ് ചെയ്യുന്ന രൂപത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ആക്ച്വലി ഫാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, വസ്തുത. ഓ കറക്റ്റ്. BA മലയാളമൊക്കെ എടുക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ, അവരെപ്പോഴും ചോദിക്കും. ഓക്കെ, ദെൻ അസേർഷൻ. ഓക്കെ, then while an assumption is an unstated premise that must be true for the statement to hold logically. So assumption എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഊഹാപോഹം എന്നൊക്കെ പറയുന്ന ഒരു ഭയങ്കര ഡയറക്ട്ലി മെൻഷൻഡ് ആയിരിക്കില്ല. പക്ഷെ നേരെ ഒരു ചെറിയ എന്താ പറയാ ചെറിയ കണക്ഷൻ അല്ല, ആ സ്റ്റേറ്റ്മെന്റ്സിന് ഒരു സെൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ അസംഷൻസ് എന്താ പറയുക നെസസറി ആയിരിക്കും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന എന്താ പറയുക ഡെഫിനിഷൻ എന്നൊക്കെ പറയുന്നത്. നമുക്ക് വെറുതെ ഒരു എക്സാമ്പിൾ നോക്കാം, അതാണ് നല്ലത്. ഇതിങ്ങനെ പറയുന്നതിനെക്കാട്ടും എളുപ്പ എക്സാമ്പിൾ വഴി പഠിക്കുന്നതാണ്. സോ നമ്മൾ നോക്കുമ്പോൾ ആദ്യം സ്റ്റേറ്റ്മെന്റ്, ദ ഗവൺമെന്റ് ഷുഡ് ഇൻക്രീസ് ടാക്സസ് ഓൺ ലക്ഷറി ഐറ്റംസ് ടു റെഡ്യൂസ് ഇൻകം ഇൻഈക്വാലിറ്റി. സോ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇരിക്കുന്നത്. അതിലെന്താ പറയുന്നത്, ഗവൺമെന്റ് ലക്ഷറി ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലപിടിപ്പുള്ള ഐറ്റംസിന് പൈസ കൂട്ടണം അല്ലെങ്കിൽ ടാക്സ് കൂട്ടണം എന്നാ പറയുന്നത്. എന്തിനാ ടാക്സ് കൂട്ടുന്നത്? ടു റെഡ്യൂസ് ഇൻകം ഇൻഈക്വാലിറ്റി. അത് ഇൻകം ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ ഇൻകം വരുമാനത്തിലുള്ള ഇനീക്വാലിറ്റിന്റെ അർത്ഥം എന്താ, ഈക്വൽ അല്ലാതിരിക്കുന്ന ഒരവസ്ഥ.
എന്താ അസമത്വം. അസമത്വം. അതെ, ഓക്കെ, സെറ്റ്. സോ ആ ഒരു എന്താ പറയുക, വരുമാന അസമത്വം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പോ അവിടുത്തെ അസംഷൻസ് നമുക്ക് ജസ്റ്റ് നോക്കാം. അസംഷൻസിൽ ഒന്ന് പറയുന്നത് ഹയർ ടാക്സസ് ഓൺ ലക്ഷറി ഐറ്റംസ് വിൽ കോൺട്രിബ്യൂട്ട് ടു റെഡ്യൂസിങ് ഇനീക്വാലിറ്റി. ഇത് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതിന് കാരണം എന്ന് പറയുന്നത് എന്താ, ഇങ്ങനെ ഹയർ ടാക്സസ് കൊടുക്കുമ്പോൾ ഇൻകം ഇനീക്വാലിറ്റി കുറയും. പിന്നെ അടുത്ത് പറയുന്നത് വെൽത്തി ആയിട്ടുള്ള പീപ്പിൾ ആണ് ഇങ്ങനെ ലക്ഷറി ഐറ്റംസ് പ്രൈമറിലി പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഗവൺമെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ റെഡ്യൂസിങ് ഇൻകം ഇനീക്വാലിറ്റി. സോ ഇതിലെല്ലാം അംബാനി ഷുഡ് ഇൻക്രീസ് നോ, അല്ലെങ്കിൽ അമൽ ഷുഡ് ഇൻക്രീസ് നോ, അല്ലെങ്കിൽ ജന്ന ഫാത്തിമ ഷുഡ് ഇൻക്രീസ് നോ, അങ്ങനെയല്ല പറഞ്ഞത്. ഓക്കെ, സ്റ്റെക്കുണ്ട്. ഞാൻ പറഞ്ഞു തന്നത് ഇവിടെ ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും, ഇതിനൊക്കെ ഒരു കണക്ഷൻ ഉണ്ട് ഇവിടെ. ഓക്കെ, സോ ഗവൺമെന്റ് ഈസ് റെസ്പോൺസിബിൾ എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടോ, ഗവൺമെന്റ് ആണ് ഇൻക്രീസ് ചെയ്യുന്ന ടാക്സ്, ഇവിടെയും ഗവൺമെന്റ് വന്നു. സോ അത്തരത്തിൽ എവിടെയോ ഒരു കണക്ഷൻ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, അതേപോലെ ലക്ഷറി ഐറ്റംസ് വെൽത്തി ആയിട്ടുള്ള പീപ്പിള്, സോ ഇൻകം ഇനീക്വാലിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി തരാം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, ടു curb rising food wastage, a city government has imposed fines on restaurants that discard excess food. എന്ത് മനസ്സിലായി? അതായത് ടു curb rising food wastage. curb എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറയ്ക്കുക അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു മീനിങ് ആണ്. ഓക്കെ, അതിന് കറക്റ്റ് വേർഡ് അറിയോ ആർക്കെങ്കിലും? കുറയ്ക്കാൻ തന്നെ കൈൻഡ് ഓഫ്. ഓക്കെ, ടു curb rising food wastage. ഫുഡ് വേസ്റ്റേജിന്റെ ആ ഒരു അളവ് കൂടുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സിറ്റി ഗവൺമെന്റ് ഹാസ് ഇമ്പോസ്ഡ് ഫൈൻസ്. സിറ്റി ഗവൺമെന്റ് എന്ത് ചെയ്തു? ഫൈൻ ഇമ്പോസ് ചെയ്യാൻ തുടങ്ങി. എവിടെ? റെസ്റ്റോറൻറ്റ്സ് ദാറ്റ് ഡിസ്കാർഡ് എക്സസ് ഫുഡ്. അതായത് എക്സസ് ഫുഡ് ഡിസ്കാർഡ് ചെയ്യുന്ന, എക്സസ് ഫുഡ് പുറത്തേക്ക് വിടുന്ന റെസ്റ്റോറൻറ്റ്സിന്റെ മേലിൽ ഫൈൻ കൊടുക്കാൻ തുടങ്ങി. ഓക്കെ, നല്ല സ്റ്റേറ്റ്മെന്റ് ആണ്. then അസംഷൻസ് പറയുന്നത്, ഒന്ന്, റെഗുലേറ്ററി മെഷേഴ്സ് ക്യാൻ ഇൻഫ്ലുവൻസ് ബിസിനസ്സസ് ടു അഡോപ്റ്റ് ബെറ്റർ ഫുഡ് മാനേജ്മെന്റ് പ്രാക്ടീസസ്. ഓക്കെ, റെഗുലേറ്ററി മെഷേഴ്സ് ഉള്ളത് നല്ലതാണ്. എന്തിന്? ഇത്തരത്തിലുള്ള റെസ്റ്റോറന്റിനും ബിസിനസ്സുകൾക്കൊക്കെ ബെറ്റർ ആയിട്ട് ഫുഡ് മാനേജ്മെന്റ് പ്രാക്ടീസസ് നടത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അസംഷൻ ഓക്കെ, നല്ല അസംഷൻ ആണ്. ദെൻ പെനലൈസിങ് റെസ്റ്റോറൻറ്റ്സ് അലോൺ വിൽ സിഗ്നിഫിക്കന്റ്ലി റെഡ്യൂസ് ഓവറോൾ ഫുഡ് വേസ്റ്റേജ് ഇൻ സിറ്റി. അതാണ് അടുത്ത അസംഷൻ. സോ ഇത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതില് ഏതൊക്കെയായിരിക്കും നല്ല അസംഷൻ അല്ലെങ്കിൽ അസംഷൻ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്? ഈ ഇംപ്ലിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസംഷൻ തന്നെയാണ് അർത്ഥം. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എന്താ പറയാ സ്റ്റേറ്റ്മെന്റ്സിനാണ് ഇംപ്ലിസിറ്റ് എന്ന് പറയുന്നത്. ഒന്ന്. ഓക്കെ, ഒന്നാണ് ആൻസർ. കറക്റ്റാ, ജന്ന പറഞ്ഞത് കറക്റ്റ് ആണ്. അപ്പൊ ഇവിടുത്തെ ലോജിക്ക് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ലോജിക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ അലോൺ ഒക്കെ കണ്ടോ? റെസ്റ്റോറൻറ്റ്സിന് മാത്രം നമ്മള് എന്താ പറയാ റെഗുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് വേസ്റ്റേജ്, സിറ്റിയിലുള്ള ഫുള്ള് ഫുഡ് വേസ്റ്റേജും കുറയും. അത് തെറ്റല്ലേ? ഫുഡ് വേസ്റ്റേജ് വീട്ടിൽ നിന്ന് ഉണ്ടാവാം, റെസ്റ്റോറൻറ്റിൽ നിന്ന് മാത്രമാണ് ഉണ്ടാവുക, പല സ്ഥലങ്ങളിൽ നിന്നും ഫുഡ് വേസ്റ്റേജ് ഉണ്ടാവാം. ഉദാഹരണത്തിന് ഫ്ലാറ്റിൽ നിന്ന് ഫുഡ് വേസ്റ്റേജ് ഉണ്ടാവും, അങ്ങനെ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ ഫുഡ് വേസ്റ്റേജ് ഉണ്ടാവും, കമ്പനീസിൽ ഫുഡ് വേസ്റ്റേജ് ഉണ്ടാവും, എല്ലായിടത്തും ഫുഡ് കഴിക്കുന്ന സ്ഥലത്തൊക്കെ ഫുഡ് വേസ്റ്റേജ് ഉണ്ടാവും. ശരിയല്ലേ? ഈവൻ മാർക്കറ്റിലും ഫുഡ് വേസ്റ്റേജ് ഉണ്ടാവും, അല്ലെ? ബാക്കി വന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ. അപ്പോൾ ഈ അലോൺ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ടേംസ് വന്നു കഴിഞ്ഞാൽ അതൊരു ഇംപ്ലിസിറ്റ് അല്ലെങ്കിൽ നല്ലൊരു അസംഷൻ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇത്തരത്തിലുള്ള വേർഡ്സ് ഞാൻ ജസ്റ്റ് പറയാം, നിങ്ങൾ ഒന്ന് എഴുതി വെക്കാം. എനിക്ക് എഴുതാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് ഇവിടെ. ഓക്കെ, ഞാൻ ടൈപ്പ് ചെയ്യാം. എന്നാ ഓൾ, സെർട്ടൈൻലി, ഓൺലി, ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ വന്നിട്ട് ഭയങ്കര പാർഷ്യാലിറ്റി കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് വരികയാണെങ്കിൽ അത് നല്ലൊരു അസംഷൻ അല്ല, അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ അതാണ് മെയിൻ ഐഡിയ. ഈ ഒരു ടേംസ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഇതിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഉദാഹരണത്തിന് ഈ അലോൺ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വിചാരിക്കുക. ഓൾ, സെർട്ടൻലി, ഓൺലി, അലോൺ, അത്തരത്തിലൊരു മീനിങ്. സോ ഐഡിയ കിട്ടിയില്ല എന്താ സംഭവം. ഒരു ഭയങ്കര പാർഷ്യാലിറ്റി കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിനെ നമുക്ക് ഇഷ്ടമല്ല. സോ അത്തരത്തിലുള്ള ഇംപ്ലിസിറ്റ് അല്ല, അതാണ് ഐഡിയ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ.
കത്തിയോ? ഇത് മനസ്സിലായോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എം ക്യു എം ആരെങ്കിലും ഉണ്ടോ? എം ആര് ക്യു എം ആര്? ഞാൻ സ്റ്റെക്കായിട്ട് ഞാൻ പോയോ? സാർ ഇത് ക്ലിയർ ആണ്. ഓക്കെ, ഒരു ഐഡിയ കിട്ടിയാൽ മതി. ലോജിക്ക് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മളെ പേപ്പർ. എന്താ ഇതൊക്കെ ലോജിക്കൽ റീസണിങ്ങിന്റെ അണ്ടറിൽ വരുന്നതാണ്. സോ ലോജിക്ക് ഉപയോഗിക്കുക, മെയിൻ അതാണ് ലോജിക്ക്. ഈ അലോണൊക്കെ കണ്ടപ്പോ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ചിന്തിക്കണം. റെസ്റ്റോറന്റിന് മാത്രമുണ്ട് ഫൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഫുഡ് വേസ്റ്റേജ് ഉണ്ട് പറയും. ഫ്ലാറ്റിൽ ഉണ്ടാവില്ല വേസ്റ്റ്, മാർക്കറ്റിൽ ഉണ്ടാവില്ല വേസ്റ്റ്, എല്ലായിടത്തും ഉണ്ടാവില്ല ഫുഡ് വേസ്റ്റേജ്. അങ്ങനെ ചോദിക്കാനുള്ള ലോജിക്ക് അത്രയും ഉണ്ടായ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ, എന്ത് തോന്നുന്നു? Assumption 2 is implicit. ഓക്കെ, ആദ്യ സുൽത്താൻ ആൻസർ ചെയ്തിട്ടുണ്ട്, നിത ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ചെറിയ ഐഡിയ കിട്ടിയെന്ന് അർത്ഥം അല്ലെ? സോ ഇവിടെ പറയുന്ന കേസ് എന്ന് പറയുന്നത് കണ്ടോ, എക്സിസ്റ്റിംഗ് സേഫ്റ്റി റെഗുലേഷൻസ്. അതായത് ഇവിടെ പറയുന്നൊന്നുമില്ല, ഇലക്ട്രിക് വെഹിക്കിൾസിന് കൂടുതൽ സേഫ്റ്റി റെഗുലേഷൻസ്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള സേഫ്റ്റി റെഗുലേഷൻസ് കൊണ്ടുവരാൻ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഡ്യൂ ടു റൈസിംഗ് ഫയർ ഇൻസിഡൻസ്. ഓക്കെ, സോ അസംഷൻ പറയുന്നത് ഒന്ന്, എക്സിസ്റ്റിംഗ് സേഫ്റ്റി റെഗുലേഷൻസ് വർ ഇൻഎഡ്യൂക്കേറ്റ് ഇൻ അഡ്രസ്സിംഗ് ഫയർ റിസ്ക് ഇൻ ഇലക്ട്രിക് വെഹിക്കിൾസ്. സോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സേഫ്റ്റി റെഗുലേഷൻസ് പോരാത്തോണ്ടാണ് ഇത് ചെയ്യുന്നതെന്നാ. ശരിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അതിപ്പോ ഓൾറെഡി നല്ലതാണെങ്കിലും കുറച്ചും കൂടെ നല്ലൊരു മെത്തേഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ മെത്തേഡിലേക്ക് അഡാപ്റ്റ് ചെയ്യില്ലേ? സോ അങ്ങനെ ആലോചിച്ചാൽ മതി. ഉദാഹരണത്തിന് നിങ്ങളടുത്ത് ഓക്കെ, ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉണ്ട് വിചാരിക്കാം. അതിന്റെ ആൻഡ്രോയിഡ് വേർഷൻ 5 or 6 ഒക്കെയാണ്. പഴയ ഒരു കിറ്റ്കാറ്റ് വേർഷൻ ഒക്കെ ഉണ്ടായി, നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ അറിയില്ല. അതുണ്ട്. അതിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഉപയോഗിക്കാം, എല്ലാം ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ നെക്സ്റ്റ് ഒരു എന്താ പറയാ, ആൻഡ്രോയിഡ് വേർഷൻ വരുമ്പോ അതിലേക്ക് മാറാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ ആ ഒരു ലോജിക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പൊ ഓൾറെഡി ഉള്ളത് ഇൻഎഡ്യൂക്കേറ്റ് അല്ലെങ്കിലും കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സാധനങ്ങളിൽ നല്ലതല്ലേ? സോ ആ ഒരു അർത്ഥത്തിൽ അസംഷൻ 1 കുറച്ച് വീക്കാണ്. പക്ഷെ രണ്ടാമത്തെന്ന് പറയുന്നത് മറ്റേ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ട്. കണക്ഷൻ എന്ന് പറയുന്നത് എന്താ, സ്ട്രിക്റ്റർ റെഗുലേഷൻസ് വിൽ കമ്പൽ മാനുഫാക്ചേഴ്സ് ടു ഇംപ്രൂവ് സേഫ്റ്റി ഫീച്ചേഴ്സ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ്. ശരിയാണ്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ സേഫ്റ്റി ഫീച്ചേഴ്സ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കും. ഓക്കെ, സോ ആ ഒരു അർത്ഥത്തിൽ ഓൺലി ഓപ്ഷൻ 2 ഈസ് ഇംപ്ലിസിറ്റ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ അടുത്ത് ഒന്ന് വായിച്ചു നോക്കൂ. ആണ്. നോക്കാം. വേറെ എന്തെങ്കിലും ആൻസർ വരുന്നുണ്ടോ അടുത്തെങ്കിലും? 3 അതേ സുൽത്താന. ഓക്കെ, സോ ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ഓവർ ദ പാസ്റ്റ് 6 months, കഴിഞ്ഞ 6 മാസമായിട്ട് 1. ഓക്കെ, 6 മാസമായിട്ട് എ വെൽ നോൺ സൂപ്പർ മാർക്കറ്റ് ചെയിൻ ഹാസ് റിപ്പോർട്ടഡ് ഡിക്ലൈൻ ഇൻ ഫുഡ് ട്രാഫിക്. അതായത് ഒരു വെൽ നോൺ ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് ചെയിന് അത്യാവശ്യം താഴേക്ക് പോവാണ്. വൈൽ എ ന്യൂലി ലോഞ്ച്ഡ് ഓൺലൈൻ ഗ്രോസറി പ്ലാറ്റ്ഫോം ഹാസ് ബീൻ എ ഷാർപ്പ് ഇൻക്രീസ് ഇൻ ഡെയിലി ഓർഡേഴ്സ്. സോ ഓൺലൈൻ ഗ്രോസറി പ്ലാറ്റ്ഫോം വളർന്നുകൊണ്ടിരിക്കുക എന്നാ പറയുന്നത്. സോ നമ്മൾ അസംഷൻസ് വായിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം, ദ ഓൺലൈൻ ഗ്രോസറി പ്ലാറ്റ്ഫോം ഓഫേഴ്സ് ബെറ്റർ ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൊമോഷൻസ് കമ്പയർഡ് ടു സൂപ്പർ മാർക്കറ്റ്. ശരിയല്ലേ? സൂപ്പർ മാർക്കറ്റിന്റെ എന്താ പറയാ,
നമ്മുടെ സൂപ്പർ മാർക്കറ്റിന്റെ ഈ പ്രൊമോഷനും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും. പക്ഷെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ കാര്യം അങ്ങനെയാണോ? ഉദാഹരണത്തിന് ഇൻസ്റ്റാമാർട്ട് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇൻസ്റ്റാമാർട്ട് ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട് എനിക്കറിയില്ല. ഇൻസ്റ്റാമാർട്ടിൽ ഓർഡർ ചെയ്ത 10 മിനിറ്റിൽ സാധനം എത്തും. ആൻഡ് വിത്ത് എന്താ ഡിസ്കൗണ്ട്. അതിൽ ആകെ ഡിസ്കൗണ്ട് ഇല്ലാതെ ഞാൻ കണ്ട ഒരേ ഒരു സാധനം കോഴിമുട്ടയാണ്. ബാക്കിയൊക്കെ ഇതിന് ഡിസ്കൗണ്ട് ഉണ്ട്. ഉദാഹരണത്തിന് 15 രൂപ വരെ ഫ്രൂട്ടി കുപ്പിക്ക് 14 രൂപയ്ക്ക് അതിൽ കിട്ടുക. ആൻഡ് നിങ്ങളൊരു മിനിമം ഓർഡർ ചെയ്യണം. ഒരു 45-60 രൂപയ്ക്ക് ഓർഡർ ചെയ്താലേ ഫ്രീ ഡെലിവറി ഉള്ളൂ. പക്ഷെ 10 മിനിറ്റിൽ സാധനം എത്തും. നമ്മൾ 10 മിനിറ്റ് വേണ്ടി വരും ചിലപ്പോൾ കടയിൽ പോയി തിരിച്ചു തരാൻ. ആ സമയം അവർ ഇവിടെ എത്തിക്കും. കുറച്ച് സിറ്റീസ് പ്ലേസസിലാണ് കൃത്യമായിട്ട് തുടങ്ങിയിട്ടുള്ളത്. ഇപ്പൊ യൂട്യൂബിലൊക്കെ ഭയങ്കര അഡ്വർടൈസ്മെന്റ്സ് കാണാൻ പറ്റുന്നുണ്ട്. സോ അത്തരത്തില് ബെറ്റർ ഡിസ്കൗണ്ട്സും പ്രൊമോഷൻസും കൊടുത്തുകൊണ്ടായിരിക്കൂലേ ഒരു ഷാർപ്പ് ഇൻക്രീസ് ഉള്ളത്. സോ ആ അസംഷൻ കറക്റ്റ് ആണ്, ഇംപ്ലിസിറ്റ് ആണ്, അല്ലെങ്കിൽ പക്കയാണെന്ന് പറയാം. ദെൻ രണ്ടാമത്, കസ്റ്റമേഴ്സ് പ്രിഫർ ദ കൺവീനിയൻസ് ഓഫ് ഹോം ഡെലിവറി ഓർ വിസിറ്റിംഗ് ഫിസിക്കൽ സ്റ്റോർസ്. അതും ശരിയായിരിക്കും. അതുകൊണ്ടല്ലേ ഇപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിട്ട് അവിടെ ആൾക്കാർ പോകുന്നില്ല. പകരം ഓൺലൈനിൽ മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പോകാൻ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. സോ അതുകൊണ്ട് ആ ഒരു 2 കാര്യങ്ങളും പക്കയാണ്. ഇതിനെ എതിർക്കാട്ടോ നിങ്ങൾക്ക്. പക്ഷെ ആൻസർ ബോത്ത് ആർ ഇംപ്ലിസിറ്റ് എന്നാണ്. നിങ്ങൾക്ക് എതിർക്കാം, പേഴ്സണൽ ഒപ്പീനിയൻ ഒക്കെ വെച്ച് എതിർക്കാം. ഇവിടെ ഞാൻ വീണ്ടും പറയുന്നു, പേഴ്സണൽ ഒപ്പീനിയൻ ഡസന്റ് മാറ്റർ. ഓക്കെ, 3 തന്നെ അഗെയിൻ പേഴ്സണൽ ഒപ്പീനിയൻ ആലോചിച്ചു. ഇതാ പേഴ്സണൽ ഒപ്പീനിയൻ മാറ്റി വെക്ക്, ഒഴിവാക്ക്, പാവല്ലേ. സു ഞാനൊന്നും പറഞ്ഞില്ല അതിന്. ജന ഫാത്തിമ, ഈ ക്വസ്റ്റ്യൻ ചെയ്യൂ. ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. ഓക്കെ, QM ഉള്ളതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. 3 ആണോ ചോദിക്കുന്നുണ്ട്. സോ ഇവിടെ പറയുന്നത്, ടീച്ചിങ് മാനേജ്മെന്റ് ഹാസ് ടു കോൺട്രിബ്യൂട്ട് ടു ദ അൾട്ടിമേറ്റ് ഗോൾസ് ഓഫ് എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് ടു വിച്ച് സൊസൈറ്റി ആൻഡ് ഗവൺമെന്റ് ഹാവ് കമ്മിറ്റഡ് ദംസെൽവ്സ്. ഇവിടെ പറയുന്നത് ടീച്ചിങ് മാനേജ്മെന്റ് ഹാസ് ടു കോൺട്രിബ്യൂട്ട് ടു ദ അൾട്ടിമേറ്റ് ഗോൾസ് ഓഫ് എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ്. അതായത് മാനേജ്മെന്റ് ഓഫ് ടീച്ചിങ്, അതാണ് ടീച്ചിങ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അവരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റിന്റെ ഒരു മെയിൻ അൾട്ടിമേറ്റ് ഗോൾസിന് ഇമ്പോർട്ടന്റ് ആണ് ടീച്ചിങ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് അതിലാണ് സൊസൈറ്റിയും ഗവൺമെന്റും കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ശരിയല്ലേ? സൊസൈറ്റിയും ഗവൺമെന്റും എന്താ ചെയ്യുന്നത്? എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് കൂടാൻ തന്നെ ശ്രമിക്കുക. സോ ആ സ്ഥലത്ത് ടീച്ചിങ് മാനേജ്മെന്റ് ഇല്ലാന്ന് വിചാരിക്കും. ഇപ്പൊ ടീച്ചിങ് മാനേജ്മെന്റ് എന്ന് പറയുന്നതിന്റെ കാര്യം എന്താ? ടീച്ചേഴ്സ് വെറുതെ സ്കൂളിൽ വന്നിരുന്നിട്ട് അവർ പഠിപ്പിക്കാതെ പോവാന്ന് വിചാരിക്കുക. എന്ത് സംഭവിക്കും? എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. അപ്പൊ ടീച്ചിങ് മാനേജ് ചെയ്യണം. ആരൊക്കെ മാനേജ് ചെയ്യുക? ഉയർന്ന, നമ്മളിപ്പോ ടീച്ചേഴ്സ്, നമ്മളെ സ്കൂളിലെ ടീച്ചേഴ്സ് പഠിപ്പിച്ചില്ല, നമുക്ക് ആർക്ക് കംപ്ലൈന്റ് ചെയ്യാം? DO, VO, അങ്ങനെ കുറെ ആൾക്കാരില്ലേ? ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ ഉണ്ട്, അവർക്ക് കംപ്ലൈന്റ് ചെയ്യാം. അതോറിറ്റി പ്രിൻസിപ്പൽ ഉണ്ടാവും, HM ഉണ്ടാവും. സോ ഇത്തരത്തില് ആ ഒരു സിസ്റ്റം വിങ്ങുകളൊക്കെ ഉണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. എല്ലാത്തിന്റെ കേസിലും അങ്ങനെ തന്നെയാണ്. സോ അതാണ് സ്റ്റേറ്റ്മെന്റ് കത്തിയല്ലോ. ടീച്ചിങ് മാനേജ്മെന്റ് ക്യാൻ ബെനിഫിറ്റ് ദ സ്റ്റുഡന്റ്. പക്ക കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. Then society, government and teacher management can endeavor education system. മരിയാസൂക്കിനെ കാത്തിരിക്കുകയായിരുന്നു. വോയിസ് കട്ടാവുണ്ടോ എന്ന് പറയാൻ വേണ്ടി വന്നാന്തോ. മരിയാസൂക്കി ഇവിടെ പ്രശ്നമാണ്. ഞാനിങ്ങനെ സംസാരിച്ചു തുടങ്ങുമ്പോ എല്ലാവരും സൂന്നായിരിക്കും. കാരണം എന്താ? സ്റ്റെക്ക് ഉണ്ട് എനിക്കും അറിയാം. പക്ഷെ നമ്മള് ആകെ 2 ദിവസമല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെ പോയതാ. മരിയാസൂക്കി കണ്ടിന്യൂ. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യാം. സോ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ, സൊസൈറ്റി, ഗവൺമെന്റ് ആൻഡ് ടീച്ചർ മാനേജ്മെന്റ് ക്യാൻ എൻഡെവർ എഡ്യൂക്കേഷൻ സിസ്റ്റം. ശരിയാണ്. സൊസൈറ്റി, ഗവൺമെന്റ്, ടീച്ചർ, ഈ 3 കാര്യങ്ങളും
ടീച്ചർ മാനേജ്മെന്റും കൂടെ ചേർന്നാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം കറക്റ്റ് ആവുക. കാരണം എന്താ, സൊസൈറ്റി സപ്പോർട്ട് ഇല്ലാന്ന് വിചാരിക്കുക, സ്കൂളില് നാട്ടുകാർ വന്ന് അടിക്കുകയാണ്, പാർട്ടിക്കാരൊന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ്, എഡ്യൂക്കേഷൻ സിസ്റ്റം റൺ ചെയ്യോ? പ്രശ്നം നടക്കൂല. ഗവൺമെന്റ് ഒരു സപ്പോർട്ടും കൊടുക്കുന്നില്ല, ഉച്ചഭക്ഷണം ഇല്ല, ടെക്സ്റ്റ് ബുക്ക് ഇല്ല, ഒരു സംഭവം കൊടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം റൺ ചെയ്യോ? ഇല്ല. സോ ആ ഒരു അർത്ഥത്തിൽ രണ്ട് അസംഷനും ഇമ്പോർട്ടന്റ് ആണ്. സോ ചില ആൾക്കാരൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ബോത്ത് അസംഷൻ 1 and 2 ആർ ഇംപ്ലിസിറ്റ്. കറക്റ്റ് ആണ്. അതാണ് ലോജിക്ക്. നമ്മളത് വായിച്ചിട്ട് നമ്മളെ ലൈഫുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ നോക്കുക, അതും ഒരു നല്ല ലോജിക്കാണ്. ഓക്കെ, ഇനി അടുത്തത് ഒന്ന് പറ്റുന്ന പോലെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കൂ. നാല് ഹാദിയ സുൽത്താൻ സ്കോർ ചെയ്യുന്നതാണ്. ഹാദിയ സുൽത്താൻക്ക് ഒരു പൂക്കുറ്റി, 2 എണ്ണം 3 എണ്ണം മേടിച്ചോ. ഓക്കെ, മരിയ സുഖി എന്താ പറയാനുള്ളത്? വായിച്ചിട്ട് തന്നെ തീരുന്നില്ല. വായിച്ചിട്ട് തീരുന്നില്ല. സ്പീഡി വായിക്കണം, സ്പീഡി വായിക്ക്. ഓക്കെ, ഞാൻ മെല്ലെ സ്പീഡി വായിച്ചിട്ട് വായിച്ചു കഴിയാത്തവർക്കൊക്കെ വേണ്ടി ഞാൻ തന്നെ പെട്ടെന്ന് വായിക്കാം. സോ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ബെസ്റ്റ് വേ ടു സോൾവ് ദിസ് പ്രോബ്ലം ഓഫ് എംപ്ലോയീസ് ഡിസാറ്റിസ്ഫാക്ഷൻ ഈസ് ടു ഓഫർ ദം ക്യാഷ് റിവാർഡ്സ്. സോ ഒരു പേഴ്സണൽ മാനേജർ ചെയർമാനോട് പറയുന്ന കാര്യമാണ് പറയുന്നത്, അതായത് നമ്മളെ കമ്പനിയിലുള്ള ഡിസാറ്റിസ്ഫാക്ഷൻ കുറയ്ക്കാൻ നമുക്ക് ക്യാഷ് റിവാർഡ്സ് ഓഫർ ചെയ്തുകൂടെ? അല്ലേ? ആൻഡ് ഇഫ് ദിസ് ടൈപ്പ് ഓഫ് ഇൻസെന്റീവ്സ് ക്യാൻ സോൾവ് ദ പ്രോബ്ലം ഇൻ സിഡ്കോ കമ്പനി, സിഡ്കോ എന്ന് പറഞ്ഞ കമ്പനിയിൽ ഇതേ പ്രശ്നം സോൾവ് ചെയ്തു, ദെൻ വൈ നോട്ട് ഹിയർ? പുള്ളി ചോദിക്കുകയാണ്, കമ്പനി ചെയർമാനോട് ചോദിക്കുകയാണ്, സിഡ്കോ കമ്പനിയിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ട് ക്യാഷ് പ്രൈസ് കൊടുത്തപ്പോൾ, ക്യാഷ് റിവാർഡ് കൊടുത്തപ്പോൾ ആ ഡിസാറ്റിസ്ഫാക്ഷൻ ഒക്കെ പോയില്ലേ? സോ അസംഷൻസിലേക്ക് പോവുകയാണെങ്കിൽ ദ റീസൺ ഫോർ എംപ്ലോയീസ് ഡിസാറ്റിസ്ഫാക്ഷൻ ഇൻ ബോത്ത് പറഞ്ഞത് അല്ലെ, അതിന്റെ മെയിൻ കണ്ണി എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഒന്നുകൂടെ. സോ നമ്മളെ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം കിട്ടിയല്ലോ. ഇങ്ങനെ ക്യാഷ് റിവാർഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഈ പരിപാടി തീരും, അങ്ങനെ ഓക്കെ, പ്രശ്നം തീരും. ആൻഡ് അസംഷനിലേക്ക് വരുമ്പോൾ ദ റീസൺ ഫോർ എംപ്ലോയീസ് ഡിസാറ്റിസ്ഫാക്ഷൻ ഇൻ ബോത്ത് കമ്പനീസ് വാസ് സിമിലർ. രണ്ട് കമ്പനിയിലെ ഡിസാറ്റിസ്ഫാക്ഷൻ സിമിലർ ആയിരുന്നു എംപ്ലോയീസിന്റെ എന്നാണ് പറയുന്നത്. അത് ഇവിടെ നോക്കിയാൽ മതി. ഇഫ് ദിസ് ടൈപ്പ് ഓഫ് ഇൻസെന്റീവ് ക്യാൻ സോൾവ് ദ പ്രോബ്ലം ഇൻ സിഡ്കോ കമ്പനി. ഓക്കെ, അത് ഇതുപോലത്തെ ഒരു പ്രശ്നം അവിടെ വന്നുകൊണ്ടായിരിക്കില്ല ദിസ് ടൈപ്പ് ഓഫ് ഇൻസെന്റീവ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പുള്ളി ഇടാൻ കാരണം. സോ ആ ഒരു ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ ദി റീസൺ ഫോർ എംപ്ലോയീസ് ഡിസാറ്റിസ്ഫാക്ഷൻ ബോത്ത് കമ്പനീസ് വാസ് സിമിലർ എന്ന് പറയാം. ഓക്കെ, പിന്നെ മോണിറ്ററി ഇൻസെന്റീവ്സ് ഹാവ് യൂണിവേഴ്സൽ അപ്പീൽ. പൈസ കൂട്ടി കൊടുക്കുന്ന എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലെ? ഒരു 60,000 ശമ്പളം 65,000 ആക്കിയ ആരെങ്കിലും എതിര് പറയോ? ഇല്ല. അത് വേണമെങ്കിൽ നമുക്ക് പേഴ്സണൽ ഒപ്പീനിയൻ എടുത്തിട്ടും കൊടുക്കാം. സോ ആ ഒരു അർത്ഥത്തിൽ ഇതൊക്കെ CUET, CUT PG, CUT UG അതിനൊക്കെ വന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഒരു മിക്സ് ആക്കി ഇട്ടതാണ്. ഇതിൽ ഏതൊക്കെയോ 1-2 ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്. NCDന്റെ PYQ ഞാൻ അതിലിട്ടിട്ടില്ല. അതിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ CUT-നെ എടുത്തത്. ഓക്കെ, സോ ആ 2 ഏരിയ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ എന്തൊക്കെയാ കംപ്ലീറ്റ് ചെയ്ത്? സ്റ്റേറ്റ്മെന്റ്, ആർഗ്യുമെന്റ്സ് കംപ്ലീറ്റ് ചെയ്തു, ദെൻ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് അസംഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ അടുത്തയിലേക്ക് പോവാണ്, സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ എന്ന് പറയുന്ന ഏരിയ. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ. അപ്പോ ഇത് എളുപ്പമാണ്, നോക്കാം എന്തൊക്കെയാണെന്ന്.
നമുക്ക് സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കും. സ്റ്റേറ്റ്മെന്റ് എന്താന്ന് ഞാൻ വീണ്ടും പറയുന്നില്ല, ബോറടിക്കും, കുറെ തവണ ഈ പറയാൻ തുടങ്ങിയിട്ട്. ദെൻ കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ എ ലോജിക്കൽ ഇൻഫറൻസ് ദാറ്റ് മേ ഓർ മെ നോട്ട് ബി ഡയറക്ട്ലി ഡിറൈവ്ഡ് ഫ്രം ദ സ്റ്റേറ്റ്മെന്റ്. സോ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഒരു ലോജിക്കൽ ഇൻഫറൻസ് ആണ്. നമുക്ക് കുറെ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസ് നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തൂലേ. ഉദാഹരണത്തിന് ഒരു കുട്ടി എക്സാമിൽ പൊട്ടി, സപ്പോസ് പൊട്ടിയെന്ന് വിചാരിക്കാം. ആൻഡ് ആ കുട്ടി എക്സാം ഹാളിൽ ഇരുന്ന് ഉറങ്ങുന്നത് നിങ്ങൾ കണ്ടു. ഓക്കെ, ഉറങ്ങുന്നത് കണ്ടു, പൊട്ടി. സോ നിങ്ങൾക്ക് പറയാം ആ കുട്ടി എക്സാമില് പൊട്ടിയത് ഉറങ്ങിയോണ്ടാണ്. അതേസമയം വേറൊരു ആൾക്ക് പറയാം ആ കുട്ടി എക്സാമിൽ പൊട്ടിയത് പഠിക്കാത്തതുകൊണ്ടാണ്. ഓക്കെ, സോ അതാ പറഞ്ഞത് ഇവിടെ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഡിറൈവ് ചെയ്ത് എടുക്കാൻ പറ്റുന്നത്. സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു, കുട്ടി ഉറങ്ങി എക്സാമിൽ പൊട്ടി. സോ അതിന്ന് എടുക്കാൻ പറ്റിയ ഡയറക്ട്ലി ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ ഉണ്ട്, ആൻഡ് ഡയറക്റ്റ്ലി അല്ലാത്ത കൺക്ലൂഷനും ഉണ്ട്. ഡയറക്റ്റ്ലി അല്ലാത്ത കൺക്ലൂഷൻ ഞാൻ പറഞ്ഞു പഠിക്കാത്തതുകൊണ്ടെന്ന്. അത് കാരണം എന്താ, നമ്മളെ പ്രീവിയസ് എക്സ്പീരിയൻസ് നമ്മൾ പറയുന്നത് ശരിയല്ലേ. തോൽക്കാൻ രണ്ട് സാധ്യത, ഒന്ന് ഉറങ്ങുന്നോണ്ട്, ഒന്ന് പൊട്ടുന്നോണ്ട്, പഠിക്കാത്തതുകൊണ്ട്. സ്വാഭാവികം, അതെല്ലാതും റീസൺസ് ഉണ്ടാവാട്ടോ, ഞാൻ അങ്ങനെ പറയുന്നില്ല. ഓക്കെ, സോ ഇതുപോലത്തെ ടൈപ്പ് പരിപാടികളാണ് ഇവിടെ ഉണ്ടാവുക. ഓക്കെ, നമുക്ക് നേരെ ക്വസ്റ്റ്യൻ ടൈപ്പ് നോക്കാം. നമുക്ക് ഒരു ഐഡിയ തരിക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇന്നത്തെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഇന്നത്തെ ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഗവൺമെന്റ് ഹാസ് ഡിസൈഡഡ് ടു ഇൻക്രീസ് ടാക്സ് റേറ്റ്സ് ടു ബൂസ്റ്റ് റവന്യൂ. ഓക്കെ, സെറ്റ്. ടാക്സ് റേറ്റ് കൂട്ടുക എന്തിന്, ഗവൺമെന്റിന്റെ റവന്യൂ കൂട്ടാൻ വേണ്ടിയിട്ട്. കൺക്ലൂഷൻ, ദ ഗവൺമെന്റ്സ് റവന്യൂ വിൽ സെർട്ടൻലി ഇൻക്രീസ്, ഉറപ്പായിട്ടും കൂടും. ഓക്കെ, ദെൻ ദ ടാക്സ് ഇൻക്രീസസ് മേ ബേർഡൻ സിറ്റിസൺസ്. ഓക്കെ, ഇങ്ങനെ രണ്ട് കൺക്ലൂഷനാണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ഇതിൽ ഏതായിരിക്കും കറക്റ്റ്? രണ്ടും കറക്റ്റ് ആയിരിക്കുമോ? രണ്ട് കൺക്ലൂഷനും പക്കയാണോ? ബി. രണ്ടാമത്തെ സി. ബോത്ത് കൺക്ലൂഷൻ 1 and 2 ഫോളോസ്. ഓക്കെ, ജന്ന ഫാത്തിമ അത് പറയൂട്ടോ. ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഉദാഹരണത്തിന് മദ്യത്തിന് ടാക്സ് റേറ്റ് കൂട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതാ സ്റ്റെക്ക് ഉണ്ട്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാണ്. മദ്യത്തില് ടാക്സ് റേറ്റ് കൂട്ടിയെന്ന് വിചാരിക്കാം ഗവൺമെന്റ്. അപ്പൊ എന്ത് ചെയ്യും, നാട്ടിലുള്ള ജന്ന ഫാത്തിമയ്ക്ക് വാറ്റാൻ തുടങ്ങും. ഓക്കെ, അതായത് ഈ ടാക്സ് ഒക്കെ കൂട്ടിയാൽ നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ വഴി കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ലോജിക്കൽ സാധനം എന്ന് പറയുന്നത്. ബേസിക്കലി ഈ ടാക്സ് കൂട്ടിയോണ്ട് മാത്രം റവന്യൂ കൂടണം നിർബന്ധമൊന്നുമില്ല. ടാക്സ് കൂടിയ ആൾട്ടർനേറ്റീവ് മെത്തേഡ്സ് എടുക്കാൻ വേണ്ടി ശ്രമിക്കും. ഉദാഹരണത്തിന് ഒരു ചിക്കൻ മീറ്റില് ടാക്സ് കൂട്ടി വിചാരിക്കാം. അപ്പൊ എന്ത് സംഭവിക്കും, നമ്മൾ പച്ചക്കറിയിലേക്ക് പോകും. സ്വാഭാവികം, ചെയ്യാറില്ലേ? അതായത് മീനിന്റെ വില കൂടിയ വീട്ടിലെന്താ, പിന്നെ ഫുള്ള് പച്ചക്കറി വില കൂടിയാലോ വീട്ടില് പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറച്ച് എന്താ പറയാ ഇല പറക്കൽ തുടങ്ങും. ശരിയല്ലേ? മനസ്സിലായിരുന്നില്ലേ? ലോജിക്ക് കിട്ടുന്നില്ലേ? സോ ആ ലോജിക്ക് ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. പക്ഷെ സിറ്റിസൺസിന്റെ ബേർഡൻ ആവും, അത് സത്യമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ മദ്യത്തില് ടാക്സ് കൂട്ടി, നമ്മൾ വാറ്റിയെന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ശരിയല്ലേ? ഓക്കെ, പിന്നെ അടുത്ത ഒരു റീസൺ വന്നു, ഈ ഫിഷ് കൂട്ടി. അപ്പൊ മീനില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് പ്രശ്നമാണ്. പക്ഷെ ഒരു ബുദ്ധിമുട്ടിയിട്ടാണെങ്കിൽ എന്ത് ചെയ്യും, പക്ഷെ ബുദ്ധിമുട്ട് ഈ സെർട്ടൻ, ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും. സോ ബേർഡൻ ആണ്. സോ ആ ഒരു ആസ്പെക്ടിൽ നോക്കുകയാണെങ്കിൽ കൺക്ലൂഷൻ ഓൺലി 2 ഫോളോസ്. ഓക്കെ, അതില്ലേ ഇതിന് നന്നായിട്ട് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, followed by an immediate conclusion. Choose the correct option regarding the conclusion. All farmers are hardworking. Okay, ഞാൻ തന്നെ വായിക്കും, നിങ്ങൾ വായിക്കും. ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. ആൻസർ പറയാട്ടോ. രണ്ട് ട്രൂ. ഓക്കെ, സോ ഹാദിയ സുൽത്താന
പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വെറുതെ നോക്കാം. സോ സ്റ്റേറ്റ്മെന്റ്, ഓൾ ഫാമേഴ്സ് ആർ വെരി ഹാർഡ് വർക്കിംഗ്. അപ്പോൾ പ്രോബബ്ലി ഫാൾസ്, നോട്ട് ഷുവർ. ഓൾ ഫാമേഴ്സ് ആർ ഹാർഡ് വർക്കിംഗ്. അതായത് സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് ഓൾ ഫാമേഴ്സ് ആർ ഹാർഡ് വർക്കിംഗ്. ഓക്കെ, എല്ലാ ഫാമേഴ്സും ഹാർഡ് വർക്കിംഗ് ആണ്. അപ്പോ ഞാൻ ജസ്റ്റ് ഒരു ഇത്തരം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനുള്ള ട്രിക്കാണ് പറയുന്നത്. ഞാനൊരു ഇത് വരച്ചു, വട്ടം വരച്ചു. അതില് ഇന്ന് പെന്നിന്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഒരു വൃത്തിയില്ലാത്തത്. ഇതിനെ ഹാർഡ് വർക്കിംഗ് പീപ്പിള് ആണ് ഈ ഒരു വട്ടത്തിനുള്ളിൽ വരുന്നത് വിചാരിക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? ഓൾ ഫാമേഴ്സ് ആർ ഹാർഡ് വർക്കിംഗ് എന്ന് പറഞ്ഞു. സോ ഫാമേഴ്സിനെ ഞാൻ ഇതിനുള്ളിൽ കൊടുത്തു എഫ്. അത് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി കൺക്ലൂഷൻ വായിക്കി. സം വെരി ഹാർഡ് വർക്കിംഗ് പേഴ്സൺസ് ആർ ഫാമേഴ്സ്. സോ സം ഹാർഡ് വർക്കിംഗ് പേഴ്സൺസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഉള്ളിലായിരിക്കും വരിക. അതിന്റെ ഉള്ളിലല്ലേ ഫാമേഴ്സ് ഉള്ളത്? മീൻസ് ഹാർഡ് വർക്കിങ്ങിന്റെ ഉള്ളിലല്ലേ ഫാമേഴ്സ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ട്രൂ അല്ലേ? സോ ആ ഒരു ചെറിയ ലോജിക്ക് ഉപയോഗിച്ചാൽ മതി. അതായത് ഹാർഡ് വർക്കിന്റെ ഉള്ളിലാണ് എല്ലാ ഫാമേഴ്സും ഉള്ളത്. അങ്ങനെയാണെങ്കിൽ സം പീപ്പിൾ ഫാമർ സോ ടീച്ചേഴ്സ് ഇവിടെ വരുന്നുണ്ട് അല്ലെ? സോ അങ്ങനെയൊക്കെ മനസ്സിലാക്കാം. അപ്പോ അങ്ങനെയാണെങ്കിൽ സം വെരി ഹാർഡ് വർക്കിംഗ് പേഴ്സൺസ് ആർ ഫാമർ. സോ സം, ഈ ഹാർഡ് വർക്കിങ്ങിലെ സം ആണ് ഈ ഫാമേഴ്സ്, ഇതിന്റെ ഉള്ളിലുള്ള ആൾക്കാർ. സം ടീച്ചേഴ്സ് ആർ ഹാർഡ് വർക്കിംഗ് അങ്ങനെ പറഞ്ഞാലും കറക്റ്റ് ആണ്. സോ അതുകൊണ്ട് ഇത് ട്രൂ ആണ് ആൻസർ. ഇവിടെ പല ആൻസറും ഞാൻ കണ്ടു. എന്തൊക്കെയാണ് അയച്ചത്? 3, 4, 5 എന്നൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. 5 ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഇഷ്ടമായി തോന്നുന്നു എല്ലാവർക്കും. 3, 1, 3, 4 നൺ ഓഫ് ദ അബോവ്. ഇൻഫർമേഷൻ റെലവന്റ്. ഹാർഡ് വർക്കിംഗ് ഫാമർ മാത്രമാണ് അല്ല. പക്ഷെ എല്ലാ ഫാമേഴ്സും ഹാർഡ് വർക്കിംഗ് ആണ് സ്റ്റേറ്റ്മെന്റ് തന്നു. ഹാർഡ് വർക്കിംഗ് ഫാമർ മാത്രമാണ് എവിടെയും പറഞ്ഞില്ല. ഇങ്ങനെ ഒരു നീ പറയുന്ന സ്റ്റേറ്റ്മെന്റ്, സഫൽദേവ് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, ഓൺലി ഹാർഡ് വർക്കിംഗ് പീപ്പിൾ ആർ ഫാമേഴ്സ്. അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഇതിലുണ്ടോ? ഇല്ല. ഓൺലി ഹാർഡ് വർക്കിംഗ് പീപ്പിൾ ആർ ഫാമേഴ്സ്. അങ്ങനെ തന്നെ അല്ലേ? ആദ്യ സുൽത്താൻ ഇവിടെ കുറച്ച് ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അവരോട് ചോദിക്കാം. ഞാൻ പറയുന്നത് കറക്റ്റ് അല്ലേ? സോ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ പറയാത്ത സ്ഥിതിക്ക് താങ്കൾ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. സോ ഒരു ഐഡിയ കിട്ടിയില്ലേ? ഹാർഡ് വർക്കിങ്ങിന്റെ ഉള്ളിലാണ് ഫാമേഴ്സ് വരുന്നത്. എല്ലാ ഫാമേഴ്സും ഹാർഡ് വർക്കിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ്. സോ ഞാൻ വീണ്ടും പറയുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിട്ട് എടുത്തോളാം. സത്യമാണ്, എല്ലാ ഫാമേഴ്സും ഹാർഡ് വർക്കിംഗ് ആണ്. എല്ലാ ആൾക്കാരും ഹാർഡ് വർക്കിംഗ്. പേഴ്സൺസ് വന്നപ്പോ കൺഫ്യൂഷൻ കാര്യമാക്കണ്ട. ഇതിനുള്ളിലാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയാൽ നോക്കിക്കോട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതേപോലെ ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിച്ചു നോക്കി. ഇങ്ങനെ വട്ടൊക്കെ വരച്ചിട്ട് ഇത് വട്ടം വരയ്ക്കാൻ പറ്റില്ല. ഇത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധി ഉണ്ടോ ആൾക്കാം. ഇതിന് ആൻസർ പറഞ്ഞവർക്ക് ബുദ്ധി എല്ലാവർക്കും ബുദ്ധിയുണ്ട്. എന്നാലും ഇത് പറയുന്നവർക്ക് നമ്മൾ പൂക്കുറ്റി കൊടുക്കും. പൂക്കുറ്റി അടിപൂക്കുറ്റി, 2 പൂക്കുറ്റി, 3 പൂക്കുറ്റി. സഫൽദേവ് പറയുന്നുണ്ട്, ആദ്യ സുൽത്താന പറയുന്നുണ്ട്. നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോ 5-6 പേരുണ്ടായിരുന്നുള്ളൂ. അപ്പൊ 18 പേരായി. നല്ല കാര്യം. ഓക്കെ, സിമ്പിളാണ്. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് ഏകദേശം ഐഡിയ. സാധാരണ ഇത് കോളാക്കാറാണ് പതിവ്. ഓക്കെ ഇവിടെ പറയുന്നത് അല്ല, ഇത് മനസ്സിലാവാത്തവരാരെങ്കിലും ഉണ്ടോ? എന്നാ പിന്നെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് തന്നെ പറഞ്ഞു പോവായിരുന്നു. അല്ലെ പിന്നെ ഭയങ്കരമായിട്ട് പറയണ്ട. QM ഇല്ലല്ലോ. QM ഉണ്ടാവും, പറഞ്ഞോളൂ കേട്ടോ. QM ഇട്ടാൽ മതി. നമ്മൾ കോഡൊക്കെ മറന്നില്ല. നിങ്ങൾ കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ QM എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല എന്നൊക്കെ ബാക്കി ടീച്ചേഴ്സ് ഒക്കെ പറയിപ്പിക്കാം. ഞാൻ ബേസിക്കലി പാവമാണ്. ആരും ഒന്നും ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ലൈബ്രറി ചാർജസ് എ പെനാൽറ്റി ഓഫ് Rs 10 per day. ഓക്കെ, ഫോർ ദ ഡേയ്സ് ഡിലേഡ് ആഫ്റ്റർ ദ ഡ്യൂ ഡേറ്റ് ഓഫ് റിട്ടേൺ ഫോർ ദ ലേറ്റ് റിട്ടേൺ ഓഫ് ബുക്സ് ബൈ ദ റീഡേഴ്സ്. അതായത് ഒന്നുമില്ല, ലൈബ്രറിയിൽ ബുക്ക് തിരിച്ചു വെച്ചില്ലെങ്കിൽ എന്താ പറയാ, ഓരോ ദിവസവും 10 രൂപ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കണം എന്നാ. അതാണ് സ്റ്റേറ്റ്മെന്റ്. ഇനി ഒന്നാമത്തെ കൺക്ലൂഷൻ, പെനാൽറ്റീസ് വിൽ ബി ഹയർ ഫോർ എക്സ്പെൻസീവ് ബുക്സ്. ശരിയാണോ? ശരിയാവാം, പക്ഷെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടില്ല. ദെൻ പെനാൽറ്റി ഫോർ ചീപ്പർ ബുക്സ് വിൽ ബി ലെസ്. ഇവിടെ ഇവര് പൈസയുടെ കാര്യം പറയുന്നത്.
അല്ലെ? പൈസക്കാര്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ബുക്ക് ഏതോ ആയിക്കോട്ടെ, ഇവിടെ ഡേയ്സിന്റെ കാര്യം പറഞ്ഞു. പെർ ഡേ 10 രൂപ. ബുക്ക് കട്ടി കൂടിയ 15 അങ്ങനെയൊന്നും പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കായിരുന്നു. ഓക്കെ, സോ ഇവിടെ എല്ലാവരും ആൻസർ പറഞ്ഞ് കറക്റ്റ് ആണ്. നെയ്തർ കൺക്ലൂഷൻ 1 നോർ കൺക്ലൂഷൻ 2 ഫോളോസ്. അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഈ ക്വസ്റ്റ്യങ്ങൾക്ക് മറ്റേ വട്ടം വരച്ച് ചെയ്യാം. ഇത് ആൻസർ ചെയ്താൽ അവർക്ക് നമ്മൾ ഒരു അടി പൂക്കുറ്റി കൊടുക്കുന്നതായിരിക്കും. വേഗം സോൾവ് ചെയ്യും. ഓക്കെ, സോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇവിടെ പറയുന്നത് ഓൾ ഹിൽ സ്റ്റേഷൻ ഹാവ് എ സൺസെറ്റ് പോയിന്റ്. സോ ഹിൽ സ്റ്റേഷൻസ് ആണ്, ഹിൽ സ്റ്റേഷൻസിനൊക്കെ സൺസെറ്റ് പോയിന്റ് ഉണ്ട്. ഓക്കെ, ഹിൽ സ്റ്റേഷൻ സൺസെറ്റ് പോയിന്റ് ഉള്ള സാധനങ്ങളാണ്. വില്ലേജ് എ ഇസ് ഹിൽ സ്റ്റേഷൻ. അപ്പോ വില്ലേജ് എ ഇതിന്റെ ഉള്ളിലാണ് വരിക. ഓക്കെ, സോ ഇവിടെ കൺക്ലൂഷൻ വായിക്കുമ്പോൾ വില്ലേജ് എ ആസ് എ സൺസെറ്റ് പോയിന്റ് കറക്റ്റ് ആണ്. ശരിയല്ലേ? സിമ്പിൾ ആയിട്ട് പറയാം. ഹിൽ സ്റ്റേഷന് സൺസെറ്റ് പോയിന്റ് ഉണ്ട്, വില്ലേജ് എക്ക് ഹിൽ സ്റ്റേഷൻ, വില്ലേജ് എ ഹിൽ സ്റ്റേഷൻ ആണ്, വില്ലേജ് എക്ക് അപ്പൊ സൺസെറ്റ് പോയിന്റ് ഉണ്ട്. കത്തിയല്ലോ. പിന്നെ പ്ലേസസ് അതർ ദാൻ ഹിൽ സ്റ്റേഷൻ ഡു നോട്ട് ഹാവ് സൺസെറ്റ് പോയിന്റ്. അത് ഇവിടെ പറയുന്നില്ല. ഓക്കെ, വേറെ ഹിൽ സ്റ്റേഷൻ ഉണ്ടാവാം. ഓൾ ഹിൽ സ്റ്റേഷൻസ് അല്ലെ, ഒരു ബി എന്ന് പറഞ്ഞ ഹിൽ സ്റ്റേഷൻ ഉണ്ട് വിചാരിക്കാം, അതിനിപ്പോ സൺസെറ്റ് പോയിന്റ് ഉണ്ടായി കൂടെ. അപ്പോ അങ്ങനെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കറക്റ്റ് ആണ്. എല്ലാവർക്കും ആൻസർ ഒക്കെ കറക്റ്റ് ആക്കിയവർക്ക് ഒരു അടി പൂക്കുറ്റി. സാർ 5 മിനിറ്റ് തരുമോ? ബാങ്ക് പങ്കുകൊടുത്തു. ഓക്കെ, ഷുവർ. 5 മിനിറ്റ് നിങ്ങൾക്ക് ഗ്യാപ്പ് വരാം. അതിന്റെ ഇടയിൽ നിങ്ങൾ ഇത് വായിച്ചോളൂ. നോക്കുന്നല്ലോ.
ഹായ്, എന്നാ ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. കുറച്ച് പേർക്കൊക്കെ അല്ലേ ആരെങ്കിലും നിസ്കരിക്കാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവര് മെല്ലെ ജോയിൻ ചെയ്തോളൂ, കുഴപ്പമില്ല. നമുക്ക് അടുത്ത ടോപ്പിക്ക് മെല്ലെ തുടങ്ങാം. സോ ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ചെയ്ത് നോക്കിയോ, എന്താ ആൻസർ കിട്ടുന്നത്? മര്യാസുക്കി മാത്രമേ ചെയ്തോളൂ. മര്യാസുക്കി ഓക്കെ. നമ്മളൊരു 5 മിനിറ്റിനും ബ്രേക്ക് ആക്കിയപ്പോ 4-5 പേര് പോയല്ലോ. മൂന്ന് അതേ സ്ഥലത്തരാം. ബോത്ത് 1 and 2 ഫോളോസ്. സോ അത് ഞാൻ വല്ലാണ്ട് ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഒന്നുമില്ല, നിങ്ങൾക്ക് അത്യാവശ്യം കൂടുതൽ സമയം കിട്ടിയെന്ന് വിചാരിക്കും. നിസ്കരിക്കാൻ പോയതാണ് സാർ. ഓക്കെ, വിഷയമല്ല, എല്ലാം ഓക്കെ. സോ ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പബ്ലിക് ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ ഇവിടെ പറയുന്ന കൺട്രീസ് ദാറ്റ് ഹാവ് ഇൻവെസ്റ്റഡ് ഹെവിലി ഇൻ പബ്ലിക് ഹെൽത്ത്. സോ ബേസിക്കലി ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു എബിലിറ്റി എന്ന് പറയുന്ന കുറച്ച് വേർഡ്സ് ഒക്കെ അറിയേണ്ടി വരും. ഇപ്പൊ ഇവിടെ റെസിലിയൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ഇതിനു മുന്നേ. റെസിലിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു പവറിനെ പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ലാസ്റ്റ് ഇപ്പോഴത്തെ ഒരു ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു ജാതി അധിക്ഷേപത്തിന്റെ പേരിൽ ഒരാള്, ഒരു BDS സ്റ്റുഡന്റ് ആണ്, ആത്മഹത്യ ചെയ്തു. സോ അവിടെയൊക്കെ ലാക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ റെസിലിയൻസ് എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ അതിൽ പിടിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ട്. ചില ആൾക്കാർക്കൊക്കെ അത് നല്ലതുണ്ട്, ചില ആൾക്കാർ വളരെ ഒരിക്കലും ചെയ്യരുത്. ഉദാഹരണത്തിന് ലാസ്റ്റ് ഇയറിൽ NIT കാലിക്കറ്റില്, ലാസ്റ്റ് ഇയർ അല്ല അതിന് മുന്നത്തെ ഇയറിൽ 2023 2 സൂയിസൈഡാണ് ഒരു ഇയറിൽ നടന്നത്. രണ്ടും ഒരേ കാരണം. ഒന്ന്, ഒരു പയ്യൻ, അവൻ നീറ്റ് ആസ്പിറന്റ് ആയിരുന്നു, അറിയാലോ, മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാൻ താല്പര്യപ്പെട്ടിരുന്ന ഒരാളെ പിന്നീട് JEE എഴുതി മാർക്ക് കിട്ടി എന്നുള്ള ബേസിസിൽ NIT കാലിക്കറ്റും കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഒന്ന് തള്ളിവിട്ടു. മേ ബി അവനും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. പക്ഷെ ഇവിടെ നമുക്കറിയാം, നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. 2 പേപ്പർ അങ്ങ് ബാക്ക് വന്നു. 2 പേപ്പർ, ജസ്റ്റ് 2 പേപ്പേഴ്സ്, ആൻഡ് യു ഹാവ് 8 years ടു റൈറ്റ് ദാറ്റ്. മൊത്തം 4 year ആണ് ബിടെക് ആൻഡ് 8 year NIT കാലിക്കറ്റ് തരുന്നുണ്ട്. ഒരുവിധം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ തരും. സോ ഏതെങ്കിലും ഒരു പേപ്പർ പോയാലൊന്നും കയറി ആത്മഹത്യ ചെയ്യരുത്. ആ പേപ്പറൊക്കെ എഴുതിയെടുക്കാം. ഒരു പേപ്പർ പോയി വെച്ചിട്ടൊന്നും എന്താ പറയാ, നമ്മളൊന്നും ആരും എഴുതി തള്ളില്ല. സോ അത്തരത്തിലുള്ള റെസിലിയൻസ് പവർ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ജസ്റ്റ് ഇവിടെ ആ ഒരു വേർഡ് വന്നുകൊണ്ട് പറഞ്ഞാണ്. ഓക്കെ, അതിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഒന്ന് അതേ ഇയർ തന്നെ കുറച്ച് സിവിൽ സർവീസ് കിട്ടിയ ആൾക്കാർ, അതായത് നമ്മളെ NIT കാലിക്കറ്റിലെ അലൂമിനീസ്, അവിടെ പഠിച്ചിറങ്ങിപ്പോയ ആൾക്കാർ 5 പേര് വന്നിരുന്നു. ഒരു IPS കാരൻ, ഒരു IFS കാരൻ, ദെൻ 2 IAS കാര്, പ്ലസ് ഒരു IRS ആണ് തോന്നുന്നു. അങ്ങനെ സിവിൽ സർവീസിലുള്ള ഒരു 5 പേര് വന്നു. അവരൊക്കെ സംസാരിക്കുമ്പോൾ ഏറ്റവും രസമുണ്ടായ കാര്യം എന്താ വെച്ചാൽ, അതിൽ 3 പേര് ബിടെക് കംപ്ലീറ്റ് ചെയ്ത 5 കൊല്ലം കൊണ്ടാണ്. 4 കൊല്ലത്തെ ബിടെക് 5 കൊല്ലം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർ. സോ അങ്ങനെ 2 പേപ്പറൊന്നും പോയ 1 കൊല്ലം കൂടുതൽ ഇരിക്കുന്നു വേണ്ട. അപ്പൊ എത്ര പേപ്പർ പോയിട്ടുണ്ടാവും? എൻ്റെ ഒരു സീനിയർ ഉണ്ട്, പുള്ളിക്ക് ഒരു 10 പേപ്പറിന്റെ മുകളിൽ പോയിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കും, എന്താ പറയാ, ഇങ്ങനെ പുള്ളി പഠിക്കാൻ നടക്കുകയാണ്. പക്ഷെ നമ്മളങ്ങനെ വിചാരിച്ച്, പക്ഷെ ഞാൻ മനസ്സിലാക്കി വെച്ചിട്ട് പുള്ളിയുടെ ഒരു കമ്പനി ഇപ്പോ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ കീഴിൽ എന്താ പറയാ രജിസ്റ്റേർഡ് ആയി. ആൻഡ് ഇന്റേൺഷിപ്പിന്റെ കാര്യം പറഞ്ഞാൽ നമ്മള് പുള്ളിയുടെ അടുത്ത് വെറുതെ പോയി. ഇന്റേൺഷിപ്പ് ചെയ്യാനും സ്ഥലം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ ഫ്രണ്ട് പോയപ്പോ പുള്ളി ഇങ്ങോട്ട് ചോദിച്ചു. പുള്ളി ബിടെക് കംപ്ലീറ്റ് ചെയ്തില്ല, ബട്ട് ഹീസ് ആസ്കിങ് ലൈക്ക്, ഞാനൊരു പേപ്പർ എഴുതി തരട്ടെ എന്റെ കമ്പനീന്റെ പേരിലാണ്. സോ അതാണ് പവർ. സോ ഇങ്ങനെ 2 പേപ്പർ പോകേണ്ടൊന്നും ഒന്നും ചെയ്യാൻ നിൽക്കരുത്. ഞാൻ എന്താ പറയാ, ലൈഫ് ലെസൺ ആണ് തരുന്നത്. ചിലപ്പോ ഈ കൺക്ലൂഷനും സാധനങ്ങളൊന്നും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യം മനസ്സിലാക്കുക. ഓക്കെ, 2 പേപ്പർ പോയൊന്നും ചാവാൻ നിൽക്കരുത്. യു ഹാവ് മച്ച് തിങ്സ് ടു ഡു. ഓക്കെ,
NIDC സ്പോർട്സ് ഒക്കെ എങ്ങനെ? സ്പോർട്സ് ഒക്കെ എല്ലാ സ്പോർട്സും റണ്ണിങ് ആണ്. അതിന്റെ സുഖിക്ക് ഏത് സ്പോർട്സ് ആണ് അറിയേണ്ടത്? എല്ലാം റണ്ണിങ് ആണ്, നോ ഇഷ്യൂസ്. ഓക്കെ, സോ ഗേൾസ് ജിം ഉണ്ടോ? ഗേൾസ് ജിം ഉണ്ട്, ബോയ്സ് ജിം ഉണ്ട്, മിക്സ്ഡ് ജിം ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, സോ ഇവിടെ ഹെൽത്ത് ക്രൈസിസിൽ ഇങ്ങനെ റെസിലിയൻസ് കാണിക്കാൻ വേണ്ടി പറ്റുന്ന, അതായത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന, നല്ല എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതിനെ എതിർത്ത് നിൽക്കാൻ വേണ്ടി പറ്റുന്ന രൂപത്തിൽ ഓക്കെ വേണ്ടി പറ്റുന്ന ഒരു പരിപാടിനെ റെസിലിയൻസ് എന്ന് പറയുന്നത്. ദെൻ ഇങ്ങനെ നന്നായിട്ട് കൺട്രീസ് പബ്ലിക് ഹെൽത്ത് കെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. സോ കൺക്ലൂഷൻസ് നോക്കുകയാണെങ്കിൽ എന്താ, എ സ്ട്രോങ് പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം കോൺട്രിബ്യൂട്ട്സ് ടു നാഷൻസ് എബിലിറ്റി ടു മാനേജ് ഹെൽത്ത് ക്രൈസിസ് എഫക്റ്റീവ്ലി. Then investing in healthcare can have a direct impact on a country's economic stability. So ഇങ്ങനെ രണ്ട് കൺക്ലൂഷൻസ് ആണ് വന്നിരിക്കുന്നത്. രണ്ടും വായിച്ചാൽ തന്നെ മനസ്സിലാവും കറക്റ്റ് ആണ്, ശരിയല്ലേ? സോ തേർഡ് ആണ് എല്ലാവരും ഓപ്ഷൻ പറഞ്ഞുള്ളത്. ദാറ്റ്സ് റിയലി ട്രൂ. ഓക്കെ, ഇതില് കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഒരു ഇവിടെ ചാറ്റ് എനിക്ക് ഇങ്ങനെ കാണാം, എന്ത് വേണമെങ്കിലും ഉണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ സെഷന്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് പോവാണ്. എളുപ്പമാണ് ഈ പാർട്ടും, കോസ് ആൻഡ് എഫക്ട്. ഇന്നത്തെ ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ രസമാണ്, പക്ഷെ പെട്ടെന്ന് നമുക്ക് എക്സാം ഹാളിൽ ഇതുപോലെ കിട്ടണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഈവൻ ദോ കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ്, ശരിയല്ലേ? കമ്പാരിറ്റീവ്ലി നമ്മൾ ഇപ്പൊ കോഡിങ്ങും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഈസിയാണ്. വായിച്ചു നോക്കിയാൽ മാത്രം മതി, ഒരുപാട് സമയം പോവില്ല. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റിലോട്ട് പോവാം. ഓക്കെ, കോസ് ആൻഡ് എഫക്ട്. ഇതും ഒരു എളുപ്പമുള്ള ഭാഗമാണ്. ഓക്കെ, കോസ് ആൻഡ് എഫക്ട്. പിന്നല്ലേ, ഇന്ന് 8 മണിക്ക് നിങ്ങൾക്ക് വേറെ ക്ലാസ് ഇല്ല കേട്ടോ. ആ ക്ലാസ് നാളത്തേക്ക് പോസ്റ്റ് പോൺ ചെയ്യാണ്. നാളെ 2 ക്ലാസ് ഉള്ളതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. നാളെ 15th ആണ്. നാളെ കൂടെ ആയിരിക്കും മിക്കവാറും നിങ്ങൾക്ക് ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുക. 16th നമ്മൾ ഒരു ജനറൽ ആയിട്ട് സെഷൻ വേണ്ടി വെക്കാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും ഉള്ളത് ചോദിക്കാം. ഓക്കെ, എസ്പെഷ്യലി എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ അഡ്മിറ്റ് കാർഡും ID കാർഡും ഫോട്ടോയും ഒക്കെ കൃത്യമായിട്ട് കൊണ്ടുപോവുക. അവിടെ പോയിട്ട് തിരിഞ്ഞു കളിക്കരുത്. ഓക്കെ, അങ്ങനെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പറയാ. ഇന്നത്തെ ക്ലാസ് ആണ് നാളത്തേക്ക് മാറ്റി. അതെ, ഇന്നത്തെ ക്ലാസ് ഇന്ന് 8 മണിക്കില്ല. ഞാനൊരു 7:30 ആകുമ്പോഴത്തേക്ക് നിർത്താം. എന്നിട്ട് ബാക്കി ടൈം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം. ഞാൻ ഈ നോട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടീച്ചിങ് അപ്റ്റിറ്റ്യൂഡിന്റെ ഫുൾ കംപ്ലീറ്റ് നോട്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നോക്കുക. ഓക്കെ, ടീച്ചിങ് അപ്റ്റിറ്റ്യൂഡിന്റെ കംപ്ലീറ്റ് നോട്ട്സ് ഉണ്ട്. നോട്ട്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാൻ വേണ്ടി ശ്രമിക്കുക, ടൈം കിട്ടുന്നതിനനുസരിച്ചിട്ട്. ആൻഡ് ഈ ഒരു 2-3 ദിവസം ഉറപ്പായിട്ടും നിങ്ങൾ പുതിയതായിട്ടൊന്നും പഠിക്കാതെ ഇരിക്കുക. പുതുതായിട്ട് പഠിക്കുന്നതിനെക്കാട്ടും നല്ലത് നിങ്ങൾ റിവൈസ് ചെയ്യുന്നതാണ്. മാക്സിമം റിവൈസ് ചെയ്യുക, സ്കോർ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അപ്പൊ സാറിന് പുതിയ ക്ലാസ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണ കേട്ടാൽ നമ്മളെ മൈൻഡിൽ ഇരിക്കും. ഇതിനിപ്പോ വേറെ പഠനത്തിന് വലിയ ആവശ്യമൊന്നുമില്ല. ഒരു ഐഡിയ ഉണ്ടാക്കിയാൽ മതി എന്താണ് സംഭവം. ഓക്കെ, സോ ആ വേർഡ്സ് ഒക്കെയാണ് ഇമ്പോർട്ടന്റ്. നമ്മളിപ്പോ ഇന്ന് പഠിച്ച ഇംപ്ലിസിറ്റ്, സ്ട്രോങ് ആയിട്ടുള്ളത്, വീക്ക് ആയിട്ടുള്ളത്, പിന്നെന്താ പഠിച്ചത്, അത്രയൊക്കെ തന്നെ. സോ അത്തരത്തിലുള്ള ടേംസ് ഒരു ഐഡിയ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റിലേക്ക് ഇങ്ങനെ പോവാം. മെല്ലെ പോയേക്കാം. കോസ് ആൻഡ് എഫക്ട്. ഓക്കെ, കോസ് ആൻഡ് എഫക്ട്. സോ ഇവിടെ 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിരിക്കും. ഇത് വായിച്ചാൽ മതി. 2 statements will be provided and candidates needs to decide whether the statements given are independent causes or effects of independent cause. സോ ഇവിടെ ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ബന്ധമില്ലേ, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. അതായത് ഇപ്പൊ ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. നമുക്ക് എക്സാമ്പിളിലേക്ക് മെല്ലെ പോവാം. ഓക്കെ, എക്സാമ്പിൾ എന്താ പറഞ്ഞത്, ഒരു പയ്യൻ എക്സാമിൽ തോറ്റു. ഓക്കെ, അവൻ എക്സാമിൽ കുറച്ച് ഉറക്കം തൂങ്ങിയിട്ട് ഇരിക്കുകയായിരുന്നു. ഓക്കെ, ഇതാണ് സ്റ്റേറ്റ്മെന്റ്. ഉറക്കം തൂങ്ങിയിരിക്കുന്ന
ഉദാഹരണത്തിന് ഒരാളെ പേര് ഇവിടെ ആരാളുള്ളത് 11 പേരുണ്ട്, കാണാനില്ലല്ലോ. ഓക്കെ, ദിവ്യ ടി പി കമ്മേ തോന്നുന്നു. സോ സഫൽദേവ് ഉണ്ട്, നമുക്ക് സഫൽദേവിനെ പിടിക്കും. സഫൽദേവ് ഉറങ്ങി, സഫൽദേവ് എക്സാമിൽ തോറ്റു, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു വിചാരിക്കാം. സോ ഇതിന്റെ ഞാൻ വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ പറയാണ്. സഫൽദേവ് എന്താ പറയാ എക്സാമിന് പഠിച്ചില്ല, ആ പഠിക്കാത്തതുകൊണ്ടാണ് തോറ്റെന്നുള്ളതാണ് ആക്ച്വലി പ്രിൻസിപ്പൽ കോസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രിൻസിപ്പൽ കോസ്. ദെൻ ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറയുന്നത് ആ ഉറങ്ങിയത് സത്യം പറഞ്ഞാൽ പഠിക്കാതെ പോയതുകൊണ്ട് അവനെ എഴുതാനൊന്നുമില്ല, അതുകൊണ്ടാണ് അവിടെ ഉറങ്ങിയത്. അപ്പോൾ പെട്ടെന്ന് കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിക്കുക, ഉറങ്ങിയോണ്ടാണ് തോറ്റെന്ന് തോന്നും. പക്ഷെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള കോസ്, പ്രിൻസിപ്പൽ കോസ് എന്ന് പറയുന്നത് പഠിക്കാത്തതുകൊണ്ടാണ്. ഓക്കെ, മെയിൻ കോർ ആയിട്ടുള്ള സാധനമാണ് അത്. ഓക്കെ, ഉദാഹരണത്തിന് ഒരാൾക്ക് ആക്സിഡന്റ് ഉണ്ടായി, അയാളെ കാലിന് അടിപ്പെട്ടു. സോ കാലിന് അടി കിട്ടിയപ്പോ അതുകൊണ്ടാണ് അയാൾക്ക് നടക്കാൻ പറ്റാത്തത്. സോ നമുക്ക് ഇമ്മീഡിയറ്റ് കോസ് ആണ് ആ ഒരു കാലിന് അടി കിട്ടിയോണ്ട് നടക്കാൻ പറ്റാത്തത്. അതിന് പ്രിൻസിപ്പൽ കോസ് എന്താ, ആക്സിഡന്റ് ആയതുകൊണ്ടാണ്. സോ മെയിൻ ആണ് പ്രിൻസിപ്പൽ കോസ്, അതിനെ ഫോളോ ചെയ്ത് വരുന്ന ഇതാണ് ഇമ്മീഡിയറ്റ് കോസ്. ദെൻ ഇൻഡിപെൻഡന്റ് കോസ്, ഈ കാറ് ആക്സിഡന്റ് ആയിരിക്കുന്ന, അല്ല കാർ ആക്സിഡന്റ് വിട്ട്. ഓക്കെ, സോ സഫൽദേവ് തോറ്റല്ലോ എക്സാമില്. സഫൽദേവ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവന് തലയിൽ തേങ്ങ വീണു, അത് ഇൻഡിപെൻഡന്റ് കോസ്. ആ ഉറങ്ങിയോണ്ടോ പഠിക്കാത്തോ ഒന്നും ഇതുമായിട്ട് ബന്ധമില്ല. സോ അങ്ങനെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇത് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇമ്മീഡിയറ്റ്, പ്രിൻസിപ്പൽ, ഇൻഡിപെൻഡന്റ്. ഒരു ഐഡിയ കിട്ടിയല്ലോ, ചെറിയൊരു ഐഡിയ കിട്ടിയല്ലോ. കിട്ടിയോ? ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറച്ച് ടിപ്പൊക്കെ പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞിട്ടും ജസ്റ്റ് വായിച്ചു നോക്കിയാൽ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒന്നാമത്തെ, first, the hospitals has banned the use of cell phones by doctors when they are attending to the patients in the OPD. The example ആണ്, ഞാൻ തന്നെ explain ചെയ്യാം. Okay. The patients union complained to the management that the cell phones of doctors kept ringing and doctors got busy answering their calls, reducing the attention they should be giving to the patients. Okay, ഇവിടെ സംഭവിക്കുന്നത് ഓപ്പറേഷൻ തിയേറ്ററിലെ ഉള്ളിലേക്കൊക്കെ എന്താ പറയാ ഈ സെൽഫോൺസ് ഉപയോഗിക്കുന്നത് ബാൻ ചെയ്തു ആര്, ഹോസ്പിറ്റല്. അപ്പോ ബി സ്റ്റേറ്റ്മെന്റ് പറയുന്നത് യൂണിയൻ കംപ്ലൈന്റ് ചെയ്തു എന്നുള്ളതാണ്. സോ ഇവിടെ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഹിയർ ദ കംപ്ലൈന്റ് ഓഫ് ദ patients regarding the cell phones use by doctors prompted the ban by the hospital manager. Hence we can say that statement B is the cause and statement A is the effect. ശരിയല്ലേ, ബി ആണ് കാരണം, എ ആണ് എഫക്റ്റ് ഉണ്ടായത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ട് വിശ്വസിക്കുന്നു. അതായത് കാരണം എന്താ, ഇവിടെ വേറൊരു സി സ്റ്റേറ്റ്മെന്റും കൂടി കൊടുത്തെന്ന് വിചാരിക്കാം. എന്ത്, ഈ ഇങ്ങനെ ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിൽ ഫോൺ എടുത്ത കാരണം എന്തെങ്കിലും ഇങ്ങനെ കത്രിക മറന്നു വെച്ച കേസൊക്കെ ഇല്ലേ, അത് കൃത്യമായിട്ട് അവര് മോണിറ്റർ ചെയ്യാത്തതിന്റെ കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇവര് ടൂൾസ് ഒക്കെ ആദ്യം എണ്ണും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വരുന്നതിന് മുന്നേ, ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോഴും എണ്ണും. കാരണം എന്താ വെച്ചാൽ സാധാരണ അത് മറന്നു വെക്കുന്ന ഒരു പതിവാണ്. കാരണം ചെറിയ ചെറിയ സാധനങ്ങളല്ലേ, ഇങ്ങനെ വയറൊക്കെ കീറി വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ വെക്കും, പിന്നെ മറന്നു പോകും അതിന്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അങ്ങനെ ഇവര് എന്താ പറയാ, ഇവിടെ പേഷ്യൻസ് കംപ്ലൈന്റ് ചെയ്തതാണ് കോസ്, അത് കാരണമാണ് ബാൻ ചെയ്തത്. ഓക്കെ, വേറൊരു സ്റ്റേറ്റ്മെന്റും കൂടെ ഉണ്ടെങ്കിൽ അത് കോസ് ആയിരിക്കും, മറ്റേത് എഫക്റ്റ് ആയിരിക്കും. അതായത് ഇപ്പോ ഇങ്ങനെ പേഷ്യന്റിന്റെ ഉള്ളിൽ കത്രിക മറന്നു വെച്ചു ആൻഡ് ബി സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. സോ സി കാരണമാണ് ബി എന്ത് പേഷ്യൻസിന്റെ യൂണിയൻ കംപ്ലൈന്റ് ചെയ്തത്. സോ ആ ഒരു ഐഡിയ. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. നമുക്ക് ഇവിടെ ആൻസറും കൂടെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്, മെല്ലെ വായിച്ചു നോക്കാം. സോ ഇവിടെ പറയുന്നത് കാർത്തിക് റിസൈൻഡ് ഫ്രം ദ ഓഫീസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ദെൻ കാർത്തിക് വാണ്ട്സ് ടു മാരി ഹിസ് ചൈൽഡ്ഹുഡ് ഫ്രണ്ട് മോനിക്ക. ഓക്കെ, ഇവിടെ
എ ആൻഡ് ബി ആർ ദ എഫക്ട്സ് ഓഫ് സം ഇൻഡിപെൻഡന്റ് കോസ്. കാർത്തിക് റിസൈൻ ചെയ്തു ഓഫീസിൽ നിന്ന്, ചൈൽഡ്ഹുഡ് ഫ്രണ്ട് മോനികേനെ കല്യാണം കഴിക്കും വേണം. ഓക്കെ, ആൻഡ് ഇവിടെ ഇത് രണ്ടും എന്താ, ഇൻഡിപെൻഡന്റ് ആണ്, ശരിയല്ലേ? സഫൽദേവ് എക്സാമിൽ തോറ്റു ആൻഡ് തലയിൽ തേങ്ങ വീണു, അതുപോലെയാണ് ഇപ്പൊ ഇത്. അപ്പൊ ചില ആൾക്കാർക്ക് തോന്നും കാർത്തിക് റിസൈൻ ചെയ്തിരിക്കുന്ന ബി കോസ് എ എഫക്റ്റ് ആണോ? അല്ല, അതാ പറയുന്നത് ജനഫാത്തിമ. ഇവിടെ റിസൈൻ ചെയ്യുന്നതിന്റെ കാരണം പറയാത്തിടത്തോളം കാലം നീ പറഞ്ഞ പോലെ ആവില്ല. ഓവർ തിങ്ക് ചെയ്യരുത്. ചില ആൾക്കാർക്ക് ഓവർ തിങ്ക് ചെയ്യും. സോ ഓവർ തിങ്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അതാണ് മെയിൻ. ഓക്കെ, ഇവിടെ സോ അതാണ് ഇവിടുത്തെ കേസ്. അപ്പൊ ഇത് രണ്ടും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇതൊരു PYQ ആണ്. കാർത്തിക് റിസൈൻഡ് ഫ്രം ദ ഓഫീസ്, കാർത്തിക് വാണ്ട്സ് ടു മാരി ചൈൽഡ്ഹുഡ് ഫ്രണ്ട് മോനിക. അതിന്റെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഇത് ജസ്റ്റ് ഇതും എക്സാമ്പിൾ ആയിട്ട് കൊടുത്താൽ ചിലപ്പോ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇനിയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഒന്ന് ഞാൻ നിങ്ങൾക്ക് സമയം തരാണ്, ഒരു 2 മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് എന്താ തോന്നുന്നു നോക്കൂ. ത്രീ ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്, ഒരു ഷെയർ ചെയ്യുന്ന സ്ഥലത്ത് ഒരു എന്തോ ഒരു പ്രശ്നമാണ്. അതിന്റെ ആൻസർ രണ്ടും ഇൻഡിപെൻഡന്റ് കോഴ്സ്. ഓപ്ഷൻ 4 ആണ് അതിന്റെ ആൻസർ. 3 പറയാൻ കാരണം 3 അല്ല, 4 ആണ്. ഒന്നാലോചിച്ച് നോക്ക്. എടാ, ഈ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഒരു ചെറിയ ഇഷ്യൂ വന്നു. എഫക്ട്സ് ഓഫ് ഇൻഡിപെൻഡന്റ് കോഴ്സ് ആണ്. അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ട് നടന്ന എന്തോ കാര്യത്തിന്റെ എഫക്റ്റ് ആണല്ലേ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കൂടിയതും അതേപോലെ മറ്റേതിന്റെ പ്രൈസ് കുറയാതെ ഇരിക്കുന്നതും.
ഓക്കെ, ഒരു കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ബാക്കിയുള്ളൂ. അപ്പോ ചെറിയ എന്തോ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് കറക്റ്റ് ആവുന്നില്ല. ഓക്കെ, ഇവിടെ മനസ്സിലാക്കണം എന്താ വെച്ചാൽ, ഒന്ന് പറയുന്നത് പെട്രോൾ ഡീസലിന്റെയും വില മാറിയിട്ടേ ഇല്ല, പിന്നെ ക്രൂഡ് ഓയിൽ പ്രൈസ് കൂടി. അപ്പൊ ഇത് രണ്ടും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്, നമുക്ക് ഉറപ്പായി. അപ്പൊ ഇത് രണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കാരണങ്ങളാണ്. രണ്ട് കാരണം എന്ന് പറയാൻ പറ്റില്ല, രണ്ട് വേറെന്തോ ഉണ്ടായതുകൊണ്ട് ഉണ്ടായ എഫക്റ്റ് അല്ല ആക്ച്വലി. സോ ആ ഒരു അർത്ഥത്തിൽ ഓപ്ഷൻ 4 ആണ് കറക്റ്റ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് 1 and 2 ആർ ദ എഫക്ട്സ് ഓഫ് ഇൻഡിപെൻഡന്റ് കോസ്റ്റ്. ഓക്കെ, ഈ ക്രൂഡ് ഓയിൽ പ്രൈസ് കൂടണമെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും. അതേപോലെ പ്രൈസ് ഓഫ് ഡീസൽ ആൻഡ് ഡൊമസ്റ്റിക് അത് റിമൈൻ അൺചേഞ്ച്ഡ് ആവണമെങ്കിലും സംതിങ് എന്തെങ്കിലും റീസൺ ഉണ്ടാവണം. ഓക്കെ, സോ ആ ഒരു മീനിങ് ആണ്. അത് കൃത്യമായിട്ട് ഷെയർ ആവുന്നില്ല. ഓക്കെ, സോ ഇതുപോലത്തെ ഒരു 2-3-4 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, ഇത് എന്തായാലും ഓൾറെഡി അപ്ലോഡഡ് ആണ്, നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കൂ. എന്നിട്ട് ഈ കോഴ്സും റീസണും ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ, വേറെ എന്തെങ്കിലും എക്സ്ട്രാ നിങ്ങൾക്ക് പറയാനുണ്ടോ? ഓക്കെ അല്ലേ? ഒരു 3-4 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. കൂടിയ പെട്രോളിന്റെ പ്രൈസ് കൂടുതലേ, ക്രൂഡ് ഓയിലിന്റെ ആടാ സഫൽ ദേവ് ചോദിച്ച നല്ല വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കൂടിയ പെട്രോളിന്റെ പ്രൈസ് കൂടുതലേ? കൂടും. അപ്പൊ അത് കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാക്കണം ഇത് രണ്ടും രണ്ട് കാലഘട്ടത്തിലുള്ള. അപ്പോ ചിലപ്പോ ഒന്ന് 2020 സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും, ഒന്ന് 2025 സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇത് ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞു, സഫൽ ദേവ് എക്സാം എഴുതി, സഫൽ ദേവ് തോറ്റു. ദെൻ സഫൽ ദേവ് നടന്നു പോകുമ്പോൾ തലയിൽ തേങ്ങയും വീണു. സോ ഇത് രണ്ട് സമയത്ത് നടന്നതാ, അതുകൊണ്ടാണ് ഇൻഡിപെൻഡന്റ് കോസ് ആയത്. അപ്പൊ ഇവിടെ ഇത് കണ്ടിട്ട് തോന്നരുത് ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കൂടിയ മറ്റേ കൂടണ്ടല്ലേ, ഇത് തെറ്റല്ലേ, അങ്ങനെ ഒന്നല്ല വിചാരിക്കേണ്ടത്. ഇത് രണ്ട് സമയത്ത് സംഭവിച്ചാണ്. ഓക്കെ, സോ അതാണ് ലോജിക്ക്. സോ അത്തരത്തില് ഈ ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലീവ് ചെയ്യാം. ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഓൾറെഡി അപ്ലോഡഡ് ആണ്, നിങ്ങൾക്ക് നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉറപ്പായിട്ടും ചോദിക്കുക, ഗ്രൂപ്പിൽ ചോദിക്കാം, അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ട് ചോദിക്കാം. ഓക്കെ.